ഞാൻ ഓഡിയബിൾ ആണോ? ആണ് സാറേ, ആണ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് നല്ല ഡ്യൂ മെറീഡിയൻ ആണ്. നമ്മൾ മറ്റേ റെൻ മെറീഡിയൻ കഴിഞ്ഞു. റെൻ മെറീഡിയൻ്റെ ഇൻട്രോ പറയുമ്പോൾ തന്നെ നമ്മൾ ഡ്യൂ മെറീഡിയനും കൂടി ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡ്യൂ മെറീഡിയൻ നമുക്കറിയാം, ഇൻ ആൻഡ് യാങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരൊറ്റ മെറീഡിയനെ മാതിരി തോന്നുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ പാത്ത്. ഒന്ന് മുൻവശത്തു കൂടിയും പിൻവശത്തു കൂടിയാണ് പോകുന്നത്. മറ്റേ റെൻ മെറീഡിയൻ ഇൻ മെറീഡിയൻസിൻ്റെ കൺട്രോളിങ് ആണെങ്കിൽ ഇത് യാങ് മെറീഡിയൻസിൻ്റെ കൺട്രോളിങ് ഉള്ളതാണ്. സി ഓഫ് യാങ് മെറീഡിയൻസ് എന്നാണ് പറയുക. യാങ് മെറീഡിയൻസിനെ മുഴുവനും റിസർവോയർ അല്ലെങ്കിൽ കൺട്രോളറായിട്ട് ഡ്യൂ മെറീഡിയനെ നമ്മൾ കൺസിഡർ ചെയ്യും. അതേമാതിരി തന്നെ ഇമ്മ്യൂണിറ്റി പവറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗാർഡിയൻ ചി കവർ ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഡ്യൂ മെറിഡിയന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റമായിട്ട് വളരെയേറെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു മെറിഡിയൻ കൂടിയാണ് ഡ്യൂ മെറിഡിയൻ. ദിസ് മെറിഡിയൻ ഈസ് ദ ഫയർ ഓഫ് ദ ബോഡി ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോഡി ഹീറ്റ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഹീറ്റ് എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ ഫങ്ഷനും നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്ത് വേണം? ഫയർ വേണം. ഒരു ദഹനം നടക്കണോ? ഫയർ വേണം. ഒരു പുതിയൊരു ജീവി ക്രിയേറ്റ് ചെയ്യണമെങ്കിലുള്ള സ്പേം പ്രൊഡ്യൂസ് ആവണോ? അപ്പോഴും ഒരു ഫയർ അവിടെ ഉണ്ടാവണം. ചീ മൂവ്മെൻറ്റ്സ് വേണോ? നമ്മൾ ഒരാൾ മരണപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ നോക്കുന്നത് ആദ്യം പോയിട്ട് തട്ടിട്ട് ശരീരം തൊടുമ്പോൾ തണുപ്പ് കൂടുതലാണെങ്കിൽ തന്നെ പറയൂലേ, ഇതല്ല എന്താ ഹീറ്റ് ഇല്ലല്ലോ ബോഡിയിൽ എന്ന് പറയും. നമ്മുടെ ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു എലമെൻ്റാണ് ഫയർ എന്ന് പറയുന്നത്. ഞാൻ ഒരാളും കൂടി കയറാൻ. സോ വളരെയേറെ നമ്മുടെ യാങ് എന്ന് പറയുന്നത് തന്നെ ഫയറാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഹീറ്റുമായിട്ട് ഡ്യൂ മെറിഡിയൻ വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ സ്പൈനൽ കോഡിനെയാണ് പലരും ട്രിപ്പിൾ ബർണറായിട്ട് പറയാറുള്ളത്. കാരണം അത് 3 പ്രതലങ്ങളെയും കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അതേമാതിരി ഈ സ്പൈനൽ കോഡിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഡ്യൂ മെറിഡിയൻ. അതിൻ്റെ നമ്മുടെ നേരെ നടുവിലൂടെ തന്നെയാണ് ഇതിൻ്റെ പാത്വേ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രിപ്പിൾ ബർണറുമായിട്ടും ബ്രെയിനുമായിട്ടും കിഡ്നി ആയിട്ടും ഒക്കെ തന്നെ ഇത് വളരെയേറെ കണക്റ്റഡ് ആണ്. കാരണം എക്സ്ട്രാ ഓർഡിനറി വെസൽസ് എല്ലാം തന്നെ കിഡ്നിയുമായിട്ട് ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് തുടങ്ങുന്നത് തന്നെ കിഡ്നി എന്നാണ്. ഡ്യൂ മായി ആൾസോ വർക്ക്സ് വിത്ത് ദ കിഡ്നീസ് ടു റെഗുലേറ്റ് ദ ബ്രെയിൻ. നമ്മളുടെ ബ്രെയിനുമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ കിഡ്നിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ബ്രെയിനിൻ്റെ മാസ്റ്റർ തന്നെ TCM പ്രകാരം കിഡ്നി എന്നാണ് പറയുക. അലോങ് വിത്ത് ദ റെൻ മായി മെറിഡിയൻ. അതായത് അപ്പോൾ ബ്രെയിനെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടി ഡ്യൂവും റെന്നും കൂടെ കണക്റ്റഡ് ആണ്. കാരണം രണ്ടും നമ്മൾ സെപ്പറേറ്റായി കാണുന്നുവെങ്കിൽ പോലും രണ്ടും കൂടി ഒരു സർക്കിൾ പോലെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കണക്റ്റഡ് ആണ്. പല പ്രധാനപ്പെട്ട പണി ചെയ്യുമ്പോഴും ഈ റെന്നും ഡ്യൂവും തമ്മിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ആഹാരം ശരിക്കും പ്രോപ്പറായിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ഈ ഡ്യൂ മെറിഡിയനും റെൻ മെറിഡിയനും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് സ്പാർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ദഹനത്തിന് വേണ്ട. പിന്നെ ആരോ വന്നിട്ടുണ്ടല്ലോ, ഒരു മിനിറ്റ്. Also with Renmai meridian, it is one of the most important meridians in traditional Chinese medicine. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിഡിയനുള്ള പെയറാണ് ഈ ധൂമായിയും റെൻമായിയും. ബാക്കിയുള്ള എക്സ്ട്രാ ഓർഡിനറി വെസൽസിനേക്കാളും ഇതിന് പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള വെസൽസിന് സ്വന്തമായിട്ട് പോയിൻ്റ് ശരീരത്തിനകത്തില്ല. മറ്റുള്ള ഓർഗൻ്റെ മെറിഡിയൻസ് അതിനെ ഓവർകം ചെയ്ത് പോകുന്നത് കൊണ്ട്. ഒരാളും കൂടെ കയറാനുണ്ടല്ലോ. Dhumai starts at the bottom of the pelvis and travels up the back over the top of the head and ends above the upper lip. നമ്മുടെ ചുണ്ടിൻ്റെ മുകളിലാണ് അവസാനിക്കുന്നത്. തുടങ്ങുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. മൊത്തം 28 പോയിൻ്റാണ് ഉള്ളത്. ധൂമായി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻറ്റേർണലി ലോവർ അബ്ഡമനിൽ നിന്നും തുടങ്ങി നമ്മളുടെ ആനസിൻ്റെയും കോക്സിക്സ് ബോണിൻ്റെയും മധ്യഭാഗത്തു നിന്ന് പുറത്തോട്ട് വന്ന് അത് നേരെ സ്പൈനൽ കോഡ് വഴി നമ്മുടെ തലയെ കവർ ചെയ്ത് മുകളിലെ ചുണ്ടിൻ്റെ പല്ലുകൾക്കിടയിൽ
ചുണ്ടും പല്ലുകൾക്കിടയിലുള്ള സ്ഥലത്ത് വന്നിട്ട് അവസാനിക്കുന്നു. വളരെ എളുപ്പത്തിൽ പോയിന്റ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് റെന്നും അതേമാതിരി തന്നെ ഡൂ മെറീഡിയൻസും. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനാലിറ്റി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യാങ് എനർജീനെ നമുക്കിത് കൺട്രോൾ ചെയ്യുന്നു, ഗവേൺസ് ചെയ്യുന്നതാണ് ഡൂമായുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനിൽ ഒരെണ്ണം. Okay, it stores and distributes yang qi, helps to warm the body, stimulate metabolism and strengthen overall immunity. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞാണ്, മെറ്റബോളിസം നന്നായിരിക്കണമെങ്കിൽ ദഹന പ്രക്രിയ നന്നായിരിക്കണം, ശരീരത്തിൻ്റെ വാം പ്രോപ്പറായിട്ട് നിലനിർത്തുക, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുക. ഇതെല്ലാം നമ്മൾ ആദ്യത്തെ സ്ക്രീനിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. നൊറിഷസ് ദ ബ്രെയിൻ ആൻഡ് സ്പൈൻ, ഇത് നമ്മൾ നോക്കിയതാണ്. കാരണം ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറീഡിയനാണ് ഡൂമായി റെന്മായുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബ്രെയിനെ നൊറിഷ് ചെയ്യാനും അതേമാതിരി തന്നെ സ്പൈനലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് സ്പൈനിനെ നൊറിഷ് ചെയ്യാനും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറീഡിയനാണ് ഈ ഡൂമായി മെറീഡിയൻ. ഫിസിക്കലി ട്രാവൽസ് ത്രൂ ദ സ്പൈൻ കോളം. ഇപ്പോൾ ആഷി പോയിൻ്റ് ആയിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നു. അതേമാതിരി തന്നെ ബ്രെയിനിലും കവർ ചെയ്യുന്നുണ്ട്, മിഡ് ഓഫ് ദ ബ്രെയിനിൽ കൂടെ. ഇറ്റ് ഈസ് ഹെവിലി യൂസ്ഡ് ടു ട്രീറ്റ് ബാക്ക് പെയിനും അതേമാതിരി തന്നെ സ്പൈനലിൽ മുതുകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് സ്റ്റിഫ്നെസ്സോ പെയിനോ നംനെസ്സോ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസും ഡിസീസിനും മെമ്മറി ഇഷ്യൂസിനും ഇൻസോമേനിയയ്ക്കും എല്ലാത്തിനും തന്നെ നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. അതുമാത്രമല്ലാതെ പലപ്പോഴും വന്നിട്ട് ബാക്കിയുള്ള ഓർഗനെ നിങ്ങൾ മറ്റേ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഓക്കെ, അത് മാത്രം അല്ലാതെ തന്നെ നിങ്ങൾ സുജോക്കിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ വേറെ മെത്തേഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ബോഡി അക്യുപഞ്ചർ ട്രീറ്റ് ചെയ്യുമ്പോഴും തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോയിൻറ്റും ആ പോയിൻറ്റിൻ്റെ കൂടെ തന്നെ ഈ ഓർഗൺ, അപ്പോൾ ഒരു ഓർഗണിന് എനർജി കുറവാണ് അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് വേണമെന്ന് വിചാരിക്കുന്ന ആ ഓർഗണിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എപ്പോഴും വന്നിട്ട് ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിനിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഓർഗണിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ഈ സ്പൈനൽ കോഡ് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വെർട്ടിബ്രയുടെ ഗ്യാപ്പിൽ കൂടിയിട്ട് ഒന്നിൽ കൂടുതലോ ഓർഗൻസിനെ കണക്ട് ചെയ്യുന്ന മറ്റേ നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂറോ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ വന്നിട്ട് ലങ്ങിനെ ട്രീറ്റ് ചെയ്യുന്നുവെങ്കിൽ തൊറാസിക് 2-3 അവിടെ, അതേമാതിരി തന്നെ ഹാർട്ടിനെ ചെയ്യുമ്പോൾ 3-4 അവിടെ, അങ്ങനെ ഓരോ വെർട്ടിബ്രാസും ഓരോ ഓർഗനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വെർട്ടിബ്രാസ് പോകുന്ന പാത്തും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അക്യുപഞ്ചർ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ശരി, മറ്റുള്ള മൈക്രോ സിസ്റ്റംസ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിലും ശരി, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് ഇപ്പോൾ റിഫ്ലക്സോളജി ഒക്കെ ചെയ്യുമ്പോൾ ഓർഗൻസിനെയും നമ്മൾ കവർ ചെയ്യും, സ്പൈനലിനെയും കവർ ചെയ്യും. ബാക്കിയുള്ള സിസ്റ്റത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലാകുന്ന സമയത്ത് നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനൊപ്പം സ്പൈനൽ കോഡിൻ്റെ പോയിൻറ്റും കൂടെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഉഴിച്ചിലായിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റേ പല ബോഡി തെറാപ്പിയിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ കവർ ചെയ്ത് പോകുന്ന മെറീഡിയനുകളാണ്. ഒന്ന് നമ്മൾ UB മെറീഡിയൻ പറഞ്ഞു, അതുകൂടാതെ റെൻ മെറീഡിയനും ഡ്യൂ മെറീഡിയനും ഇതേമാതിരി നമ്മൾ കവർ ചെയ്യുന്ന ഒരു മറ്റേ ഉഴിച്ചിൽ കവർ ചെയ്യുന്ന ഏരിയയാണ്. അപ്പോഴും ഈ ഡ്യൂ മെറീഡിയൻസിലെ എല്ലാ പോയിൻറ്റ്സും തന്നെ അവർ കവർ ചെയ്ത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു കാര്യം പറയാൻ വന്നു, ഓക്കെ, ഓർമ്മ വരുമ്പോൾ പറയാം. ഇടയ്ക്ക് സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ മറ്റേ ബോഡി തെറാപ്പികളിൽ ഇതിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേമാതിരി തന്നെ സ്പൈനൽ കോഡുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാം. അതേമാതിരി തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൽസ് വിൻഡ്, ഓക്കെ, എക്സസ് വിൻഡിനെ പുറത്ത് കളയാൻ, എക്സ്റ്റേണൽ വിൻഡിനെ കളയാൻ ഇത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരു ബാക്ടീരിയയോ അല്ലെങ്കിൽ പാത്തോജൻ ഉള്ളിലേക്ക് വരണമെങ്കിൽ അത് ക്യാരി ചെയ്യുന്നത് ഒട്ടുമിക്കപ്പോഴും വിൻഡായിരിക്കും. ഓക്കെ, അറിഞ്ഞോ അറിയാതെയോ നമ്മളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ മിനിറ്റ്, കയറിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ തലവേദനയ്ക്കും, അതായത് തണുപ്പ് കാരണം ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറീഡിയൻ കൂടിയാണ് ഈ ഡ്യൂ മെറീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ.
നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാണ്. ഓക്കെ, അതിൻ്റെ മാർജിൻ നമുക്ക് നോക്കാം. അതിൻ്റെ പാത്വേ എന്ന് പറയുന്നത് ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഏതും പുതിയതില്ല സ്ക്രീനിൽ. ഇതിൻ്റെ പാത്ത് തുടങ്ങുന്നത് ലോവർ അബ്ഡമൻ നിന്നാണ്. ലോവർ അബ്ഡമൻ നിന്ന് നേരെ വന്നിട്ട് നമ്മളുടെ കോക്കിക്സ് ബോണിൻ്റെ അല്ലെങ്കിൽ വാല്, നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ വാലെന്ന് പറയുന്ന ആ നനുമ്പിൽ നിന്നും അതേമാതിരി തന്നെ ആനസ് ൻ്റെയും മധ്യഭാഗത്ത് നിന്ന് തുടങ്ങി അത് നേരെ സ്പൈനൽ കോഡ് വഴി ഡ്യൂ 14 അവിടെ എത്തുന്ന സമയത്ത് യൂറിനറി ബ്ലാഡർ മെറീഡിയനായിട്ട് കണക്ട് ചെയ്ത് നേരെ തലയുടെ വശത്തു കൂടെ വന്ന് ഒരെണ്ണം കഴുത്തിൻ്റെ അവിടെ നിന്ന് നേരെ DU20യിലേക്ക് ഇൻറ്റേർണലി ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇത് നേരെ മുൻവശത്തേക്ക് വന്ന് നമ്മുടെ മൂക്കിൻ്റെ മധ്യഭാഗത്ത് കൂടെ വന്ന് മേൽ ചുണ്ടിൻ്റെ നമ്മുടെ ഗമ്മിൻ്റെ മുകളിൽ, അതായത് ചുണ്ടും പല്ലുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വന്ന് ഫിനിഷ് ചെയ്യുന്നതാണ് ഈ ഡ്യൂ മെറീഡിയൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കണേ. ഓക്കെ, പാത്ത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, കഴുത്തിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ഡ്യൂ 16 കഴിഞ്ഞ ഉടനെ ഒരു മെറീഡിയൻ വന്നിട്ട് ഇൻറ്റേർണലി വന്നിട്ട് നേരെ DU20യിലേക്ക്, അതായത് ബ്രെയിനിനെ ഇൻറ്റേർണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് DU20യിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇത് ബ്രെയിനുമായിട്ട് വളരെയേറെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഈ മെറീഡിയനെ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും തൊടേണ്ടതായിട്ടുണ്ട്. ബ്രെയിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്യൂ മെറീഡിയൻ ഇല്ലാതെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത സദ്യ പോലെയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ഡ്യൂ 1 എന്ന് പറയുന്ന പോയിൻ്റാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അത് ഇതേപോലെ തന്നെയാണ് കോക്കിക്സും ആനസിനും മധ്യഭാഗത്ത് വരുന്ന പോയിൻ്റാണ്. കൂടുതലും ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇത് ലൂ കണക്റ്റിംഗ് പോയിൻ്റാണ്. ഡ്യൂ വെസൽസും റെൻ വെസൽസും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പോയിൻ്റാണ്. കാരണം ഇതിൻ്റെ ലൊക്കേഷൻ അങ്ങനത്തെ ആയതുകൊണ്ട് തന്നെയാണ് നമുക്കിത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. അതേമാതിരി നീഡ്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കോഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ DU1ഉം REN1ഉം ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് DU20 ആ പരിസരത്ത് പ്രസ് ചെയ്ത് നോക്കിയിട്ട് പെയിനുള്ള ഭാഗം ഓപ്റ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ട്രീറ്റ്മെൻറ്റ് വൈസ് ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോയിൻറ്റ്സാണ്. അത് ഡ്യൂ വെസൽസിൻ്റെയും കിഡ്നി വെസൽസിൻ്റെയും മറ്റേ മെറീഡിയൻ്റെയും സ്പ്ലീൻ മെറീഡിയൻ്റെയും ക്രോസിംഗ് പോയിൻ്റാണ്. ഡയേറിയയ്ക്ക് നല്ലതാണ്. പൈൽസിന് ഈ പോയിൻ്റ് നല്ലതാണ്. അതേമാതിരി തന്നെ മോഷനിൽ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. കോൺസ്റ്റിപ്പേഷന്, ഹെമറോയിഡ്സിന്, അതേമാതിരി തന്നെ റെക്ടം പ്രൊലാപ്സ് ആയിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളുള്ളവർക്കും എപ്പിലെപ്സിക്കൊക്കെ ഈ പോയിൻ്റ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. Okay, regulates the dew and REN vessels, treats hemorrhoids, activates the meridians, benefits the coccyx, alleviates the pain. നമുക്കിതിന് ആൾട്ടർനേറ്റീവ് വേറെ പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ലൊക്കേഷനാണ് കോക്കിക്സ് ബോണിൻ്റെയും ആനസിൻ്റെയും മധ്യഭാഗത്തായിട്ട് വരുന്ന പോയിൻ്റാണ്. അടുത്ത് DU20 എന്നുള്ള പോയിൻ്റാണ്. അതിൻ്റെ പേര് തന്നെ നോക്കൂ, ലുംബാർ ഷൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ലുംബാർ ഷൂ പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഷൂ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലേ, നമ്മളിത് ആൾറെഡി ഷൂ പോയിൻറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഫ്രണ്ട് മൂല് വരുന്ന പോയിൻറ്റും ബാക്ക് ഷൂ പോയിൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലുംബാർ ഷൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലുംബാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ പോയിൻറ്റിന് നമുക്ക് ഉറപ്പായിട്ടും ഉപയോഗിക്കാം, ഈവൻ ഇൻഡിക്കേഷൻസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും. ലൊക്കേഷൻ ഓൺ ദ സാക്രം, ഓൺ ദ പോസ്റ്റീരിയർ മിഡ് ലൈൻ ഇൻ ദ ഹിയാട്ടസ് ഓഫ് ദ സാക്രം. ഓക്കെ, ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മളുടെ ബട്ടക്സിൻ്റെ ലൈൻ ഫിനിഷ് ചെയ്യുന്ന അവിടെ, അല്ലെങ്കിൽ സാക്രം പ്ലേറ്റ് ഫിനിഷ് ചെയ്യുന്ന അവിടെ. അതിന് താഴെ കോക്കിക്സ് ആയിരിക്കും വരിക. കോക്കിക്സിനും സാക്രത്തിനും മധ്യഭാഗത്തുള്ള ലൊക്കേഷനാണ് ബട്ടക്സ് ലൈനിൻ്റെ അടുത്ത്. ഓക്കെ, എന്തിനൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസികമായ ഇഷ്യൂസിന്, എപ്പിലെപ്സിക്ക് ഉപയോഗിക്കാം, ഹെമറോയിഡ്സിന് ഉപയോഗിക്കാം, പൈൽസിനും ഉപയോഗിക്കാം, കുഴപ്പമില്ല. ലുംബാർ റീജിയനിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക്, നമുക്കിപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലുംബാറിൽ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ പെയിൻ, മറ്റേ ഊരവേദന എന്നുള്ള പല പേരിൽ വിളിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്കിതൊരു സപ്പോർട്ടീവ് പോയിൻ്റാണ്. അതേമാതിരി തന്നെ ലോവർ എക്സ്ട്രിമിറ്റീസ്, അതായത് കാലുകൾക്ക് ഉണ്ടാകുന്ന നംനെസ്സിനും വീക്ക്നെസ്സിനും പെയിനിനും ഒക്കെ ഈ പോയിൻ്റ് നല്ലതാണ്. ഇറഗുലർ മെൻസ്ട്രേഷൻസിന് ഇത് നല്ലതാണ്. സ്ട്രെങ്തേൺസ് ദ ലുംബാർ റീജിയൻ. അതേമാതിരി തന്നെ വിൻഡ് ഡാമ്പിനെസ്സിനെ എക്സ്പെൽ ചെയ്യാൻ ഉപയോഗിക്കുന്നു. കോക്കിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. കോക്കിക്സിനെ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഷി പോയിൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദിക്കണേ. ഓക്കെ, ഇനിയുള്ള പോയിൻറ്റ്സ് ഒക്കെ തന്നെ
ഞാൻ അപ്പോഴേ പറയാൻ വിട്ടുപോയത് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതായത് നമ്മൾ ഈ സ്പൈനൽ മെറീഡിയൻ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ മധ്യഭാഗത്ത് കൂടിയിട്ടാണ് ഡ്യൂ മെറീഡിയൻ പോകുന്നത്. 1.5 ചൂൺ മാറിയിട്ട് നമ്മുടെ UB മെറീഡിയൻ പോകുന്നുണ്ട്. പിന്നെ സ്പൈനൽ കോഡിൽ നിന്ന് 3 ചൂൺ മാറിയിട്ടും UB പോയിന്റ് പോകുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നെ കാണാം, UB പോയിന്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡ്യൂ പോയിന്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി ഈ സ്പൈനലിൻ്റെ തൊട്ടടുത്ത് എൻ്റെ മൗസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ഭാഗത്തെല്ലാം തന്നെ ഓരോ പോയിന്റ് ഉണ്ട്, ഈ ഓരോ ഗ്യാപ്പിലും. അത് എക്സ്ട്രാ പോയിന്റ്സ് എന്നാണ് പറയുക. ഓക്കെ, ഈ ഉഴിച്ചിൽ ചെയ്യുമ്പോഴെല്ലാം തന്നെ ഈ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ UB മെറീഡിയനും അതേമാതിരി ഡ്യൂ മെറീഡിയനും ഉപയോഗിക്കുന്നത്, അതിൻ്റെ മധ്യഭാഗത്ത് കൂടി പോകുന്ന പോയിന്റ്സാണ് എല്ലാ വെർട്ടിബ്രയുടെയും ഗ്യാപ്പിൽ 2 വശത്തും ഉണ്ട്. അത് നമ്മൾ എക്സ്ട്രാ മെറീഡിയൻസ് പഠിക്കുമ്പോൾ, എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ UBയുടെ BL11 എന്ന് പറയുകയാണെങ്കിൽ BL11നും DU14നും ഇടയിലുള്ള പോയിന്റ്സിനെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനെന്താ ഒരു പ്രത്യേകത വെച്ചാൽ DU13ൻ്റെ എഫക്റ്റും കിട്ടും, UB11ൻ്റെ എഫക്റ്റും കൂടെ കിട്ടും. പറഞ്ഞു വരുന്നത് മനസ്സിലാവുണ്ടോ? ഹലോ, ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ബോഡി തെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത്ര റിസൾട്ട് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ ഈ മെറീഡിയൻസിനെയും കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഈ പോയിന്റ്സിനെയും കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര പോയിൻ്റാണ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈനിലും മധ്യഭാഗത്തൂടെ ഡ്യൂ പോകുന്നു, 1.5 ചൂൺ മാറിയിട്ട് BLൻ്റെ കുറേ പോയിന്റ്സ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു മെറിഡിയൻ കൂടി ഉണ്ട്. ഇതെല്ലാം കൂടി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 1.5 ചൂണിൻ്റെ ഉള്ളിലാണ് ഈ 3 പോയിന്റ് വരുന്നത്, ഒരു സ്ഥലത്ത് തൊട്ടാൽ പോലും. ഓക്കെ, അടുത്തത് DU3 എന്നുള്ള പോയിന്റാണ്. ലുംബാറിൻ്റെ യാങ് ഗേറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഓൺ ദ ലുംബാർ റീജിയൻ ഓൺ ദ പോസ്റ്റീരിയർ മീഡിയൻ ലൈൻ ഇൻ ദ ഡിപ്രഷൻ ബിലോ ദ സ്പൈനസ് പ്രോസസ് ഓഫ് ദ 4th ലുംബാർ വെർട്ടിബ്ര. 4ാമത്തെയും 5ാമത്തെയും വെർട്ടിബ്രയുടെ ഇടയിൽ വരുന്ന മധ്യഭാഗത്ത് വരുന്ന കുഴിയാണ് DU3 എന്ന് പറയുന്നത്. ഇറഗുലർ മെൻസ്ട്രേഷനും അതേമാതിരി തന്നെ സ്പെർമറ്റോറിയ, അതായത് ഇൻവോളണ്ടറി എജാക്കുലേഷനും ഇമ്പോർട്ടൻസിനും എല്ലാത്തിനും തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ലുംബാറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലുംബാർ യാങ് ഗേറ്റും തന്നെയാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പോൾ ലുംബാർ റീജിയനിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ലോവർ അബ്ഡമന് ശേഷം താഴെ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ലോവർ എക്സ്ട്രിമിറ്റീസിൻ്റെ പെയിനും നംനെസ്സും വീക്ക്നെസ്സും, കാരണം നമ്മൾ DU20ലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിവിടെയും ഇത് ഉപയോഗിക്കാം. സ്ട്രെങ്തേൺസ് ദ ലുംബാർ റീജിയൻസ്, എക്സ്പെൽസ് വിൻസ് ഡാമിനസ്, ടോണിഫൈസ് യാങ്. അതേമാതിരി തന്നെ DU3 നിങ്ങൾക്ക് മനസ്സിലാകണം, L4നും L5നും ഇടയിലാണ് ഈ ഗവേണിംഗ് വെസൽസ് അല്ലെങ്കിൽ DU3 എന്ന് പറയുന്ന പോയിന്റ്. അതേമാതിരി തന്നെ ഈ DU എന്താ മാം, എത്ര ചുണ്ണേനും പിന്നെ ചൂൺ കണക്ക് വരില്ല. അതായത് ലുംബാർ വെർട്ടിബ്രേനെ നിങ്ങൾ തൊട്ട് നോക്കണം. L4ഉം L5ൻ്റെ ഇടയിൽ വരുന്ന കുഴിയാണ്. നിങ്ങൾ തൊടുന്ന സമയത്ത് നിങ്ങൾ തന്നെ നന്നായിട്ടൊന്ന് വിരലുകൊണ്ട് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാക്രം പ്ലേറ്റിൻ്റെ മുകളിൽ, സാക്രത്തിൻ്റെ അതേ ലെവലിൽ, സാക്രം ഒരു ബട്ടർഫ്ലൈ പോലെയാണ്. അപ്പോൾ ബട്ടർഫ്ലൈയുടെ തല എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ചിറകളുടെ ഇടയിൽ വരുന്നത് പോലെ ലുംബാറിൻ്റെ ഒരു പ്രതലം, ഫ്ലൈറ്റ്, എന്താ പറയുക ബട്ടർഫ്ലൈൻ്റെ ചിറക് പോലെ തന്നെയാണ് സാക്രം ഉണ്ടാവുക. അതിൻ്റെ കൂടെ പെൽവിക് ബോണും കൂടെ ചേർന്ന് വരും. സാക്രം അല്ല, പെൽവിക് ബോൺ. അപ്പോൾ ഈ സാക്രം പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നിങ്ങൾക്ക് L5നെ കാണാൻ പറ്റും. തൊട്ട് കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ തൊട്ട് മുകളിലുള്ള കുഴി L5ഉം L4നും ഇടയിലുള്ള കുഴിയാണ്. സ്പൈനലിലൊക്കെ മാക്സിമം നിങ്ങൾ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ചൂൺ കണക്ക് മെഷർ ചെയ്താൽ ചിലപ്പോൾ തെറ്റിന്ന് വരും. ഓക്കെ, ഇപ്പം ഈ അതേപോലെ തന്നെ DU4ഉം DU5 എന്ന് പറയുന്ന ഭാഗം വന്നിട്ട് എപ്പോഴും വന്നിട്ട് ഒരു ചൂട് അവിടെ എപ്പോഴും ഉണ്ടാവണം. DU4 ആൻഡ് DU3 എന്ന് പറയുന്ന ലൊക്കേഷൻസ് എപ്പോഴും ഒരു ചെറിയ ചൂട് അവിടെ വേണം. എങ്കിലേ നിങ്ങളുടെ എന്താ പറയുക ഗവേണിംഗ് വെസൽസിൻ്റെ എനർജി നന്നായിട്ടുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ പൊതുവേ സ്ത്രീകൾക്ക് ആ ഭാഗത്ത് എപ്പോഴും ചൂടുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജനനേന്ദ്രിയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫങ്ഷനാലിറ്റി ആണുങ്ങൾക്കും അതേപോലെ തന്നെ അത് ഉണ്ടാകത്തുള്ളൂ. അതല്ലാണ്ട് ഒരാൾക്ക് മാരേജ് കഴിയുന്ന സമയത്ത് തന്നെ ഈ 2 വശത്തും തണുപ്പാണെങ്കിൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലെന്നാണ് TCM പറയുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മൾ പണ്ട് കാലത്ത് വന്നിട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് എല്ലാവരും താഴെ കിടക്കുകയാണെങ്കിൽ പോലും ഷർട്ടോ ഒന്നും ഇടാതെ വെറും നിലത്ത് കിടക്കരുതെന്ന് പറയും.
എന്താ വെച്ചാൽ വെറും നിലത്ത് നമ്മൾ കിടക്കുന്ന സമയത്ത് മറ്റേ നമ്മുടെ ശരീരം എർത്തുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എർത്തിനൊരു ആഗീകരണ ശേഷിയുണ്ട്. സോ ഈ ഹീറ്റിനെയൊക്കെ ആഗീകരണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂ മെറീഡിയൻ യാങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന മെറീഡിയനാണ്. അത് ഫയറാണ്. ആ ഫയർ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അതിൻ്റെ എനർജിക്ക് കുറവ് വരും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഷർട്ടൊന്നും ഇടാതെ വെറും നിലത്ത് മലന്ന് കിടക്കരുത് എന്ന് പറയണത്. സാർ പഴയ കാലത്ത് വെറും തോർത്ത് മുണ്ടല്ലോ ഇടല്ലേ, ഷർട്ടൊന്നും ഇടല്ലോ പണ്ട് വെറും കൊറേ നിലത്ത് മുമ്പ്. കിടക്കില്ല. ഇല്ല വെറും നിലത്ത് കിടക്കില്ല. ഒരു തുണി പായയിലല്ലേ കിടക്കുക. പായുണ്ട്, അത് ശരിയാ. ഓക്കെ, അപ്പൊ അവിടെ മറ്റേ നിങ്ങൾക്ക് ഒരു തടസ്സം വന്നില്ലേ? തടസ്സം വന്നു. വെറും നിലത്ത് കിടക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷൻസ്, അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ ഏജിലുള്ളവർ പോലും ആരെങ്കിലും കുട്ടികൾ വെറും നിലത്ത് ഷർട്ടിടാണ്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും പറയില്ല, കിടന്നോട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ തന്നെ ചിലപ്പോൾ ഉഷ്ണകാലത്ത് നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് വരും. പക്ഷെ അത് തെറ്റാണ്. വെറും നിലത്ത് നമ്മുടെ ഡ്യൂ മെറീഡിയൻ ഇതായി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് കുളിച്ച് കഴിഞ്ഞാൽ ആദ്യം തോർത്തേണ്ടത് മുതുകാണെന്ന് പറയും. കുളി കഴിഞ്ഞാൽ ആദ്യം തോർക്കേണ്ടത് മുതുകാണ്. അതിനുശേഷം തല പോലും തോർത്താൻ പാടുള്ളൂ. അതിന് പണ്ട് അങ്ങനെ ഒരു നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ആദ്യം മുതുക് തേച്ച് മുതുക് തോർത്തിയില്ല എങ്കിൽ ആദ്യം തോർത്തിയ സ്ഥലത്ത് മൂദേവി കയറിയിരിക്കും. അതുകൊണ്ട് മൂദേവി പുറകിലാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ തലയിലോ മുഖത്തോ ഫ്രണ്ടിലോ ആദ്യം തുടയ്ക്കരുത് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ പണ്ടത്തെ ആൾക്കാർ പറയുന്നത്? ഹലോ, ആരെങ്കിലും ഒരാൾ പറയോ? ബാക്ക് സൈഡ്, നമ്മുടെ ഡ്യൂ മെറീഡിയൻ പോകുന്ന സ്ഥലം. ഓക്കെ, എപ്പോഴും കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം തോർത്തേണ്ടത് മുതുക, അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ തോർത്താവും. സാർ ഞങ്ങള് പഠിച്ചത് എക്യുപ്രഷനില് കുളിച്ചിട്ട് നമ്മള് തുടക്കലില്ല. അപ്പാടും തന്നെ, അതുകൊണ്ട് പ്രശ്നമുണ്ടോ? അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ എല്ലാവരുടെയും ഈവൺ ആയിട്ടല്ലേ ഉള്ളത്. താനെ ഉണങ്ങിപ്പോ ഒരു 2 മിനിറ്റ് ആവുമ്പോഴൊക്കെ അബ്സോർവ് ആകുന്നുണ്ട് ബോഡി വെള്ളം. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറഞ്ഞാണ്. നമ്മൾ ഞാൻ പഠിച്ച വെച്ച് പറഞ്ഞതാ, സാറിനോട് ഒന്ന് സംശയം ചോദിച്ചതാ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സ്പൈനൽ കോഡ് മാത്രം ഒന്ന് മറ്റേ വെള്ളം ഒപ്പിയെടുക്കുന്നത് നല്ലതാണ്. ബാക്കിയുള്ള ഭാഗം അങ്ങനെ വിട്ടാലും സ്പൈന് മാത്രം ഒന്ന് ഒപ്പിയെടുക്കുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാംനെസ് നിലനിർത്തേണ്ടതാണ്. പിന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പോകുന്ന സമയത്ത് ഉള്ളിലെ ഹീറ്റിനെ നിലനിർത്താൻ വെളിയിൽ ഒരു മോയ്സ്ചർ ക്രിയേറ്റ് ചെയ്യണത് നല്ലതാണ്. കുറേ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും പറയുമ്പോൾ ഓരോ ഫോക്കസിലാണ് പറയുക. രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, അപ്പൊ സ്പൈന് മാത്രം തുടക്കണം അല്ലേ? സ്പൈന് മാത്രം ഒന്ന് തുടച്ചാൽ നല്ലതാ. ബാക്കിയുള്ളവർക്ക് അങ്ങനെ വിട്ടാലും കുഴപ്പമില്ല. ഓക്കെ, ഓൺ ദ ലുംബാർ റീജിയൻ, ഓൺ ദ പോസ്റ്റീരിയർ, നമ്മൾ പറഞ്ഞല്ലോ ഡ്യൂ 14ന്റെ രണ്ടാമത്തെ വെർട്ടിബ്ര, രണ്ടാമത്തെയും മൂന്നാമത്തെയും ലുംബാർ വെർട്ടിബ്രയിലാണ് ഡ്യൂ 4 ഉള്ളത്. ഡ്യൂ 4 ഉള്ള ഭാഗങ്ങളിൽ എപ്പോഴും ഒരു ചെറിയൊരു വാംനെസ് ഉള്ളത് നല്ലൊരു ഇൻഡിക്കേഷൻസ് ആണ്. എനർജി നന്നായിട്ടുണ്ട്, ഗവേണിംഗ് വെസൽസിൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇതും ഇതേമാതിരി തന്നെ നമ്മുടെ സെക്ഷൽ ഓർഗണായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇൻവോളണ്ടറി എജാക്കുലേഷന്, ഇമ്പോർട്ടൻസിന്, അതേപോലെ തന്നെ ശീഘ്രസ്ഖലനത്തിന്, ഇറഗുലർ മെൻസ്ട്രേഷൻ, വൈറ്റ് ഡിസ്ചാർജ്, ഡയേറിയ, അതേമാതിരി തന്നെ ലുംബാർ റീജിയനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് DU 4 എന്ന് പറയുന്നത്. ടോണിഫൈസ് ദ കിഡ്നി ചീ, യാങ്ങിനെയും അതേമാതിരി തന്നെ കിഡ്നി ചീനെയും ടോണിഫൈ ചെയ്യാനുള്ള പോയിൻ്റാണ്. ടോണിഫൈസ് ദ ഒറിജിനൽ ചീ, കാരണം ഒറിജിനൽ ചീ എന്ന് പറയുന്നത് പ്രീനാറ്ററൽ ചീ ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനും DU 4 വേണം. അപ്പോൾ DU 4ൻ്റെ അവിടെ ഒരു വാംനെസ് എപ്പോഴും ഉണ്ടാവണം. നൊറിഷസ് ദ എസൻസ്, ക്ലിയേഴ്സ് ദ ഹീറ്റ്, സ്ട്രെങ്സൺ ദ ലുംബാർ റീജിയൻ ആൻഡ് നീസ്. ലുംബാറിനെയും നീനും സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റും കൂടിയാണ് ഈ DU 4 എന്ന് പറയുന്നത്. DU 4 is the most effective points to tonify yang and strengthen the constitutions. It is especially efficacious if moxa is also used on the point. ഈ പോയിന്റ് മോക്സയ്ക്ക് വളരെ നല്ല പോയിന്റാണ് DU 4 എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ വാം കീപ്പപ്പ് ചെയ്യേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് ചൂട് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിലത്ത് കിടക്കുമ്പോഴും മറ്റുമൊക്കെ DU 4 ഡയറക്റ്റായിട്ട് നിങ്ങൾ ടച്ച് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഇനി ഇപ്പോൾ ഒരു മാം ചോദിച്ചു, ഞങ്ങൾ വന്നിട്ട് കുളിച്ച് കഴിഞ്ഞാൽ തോർത്താറില്ല, തനിയെ ഉണങ്ങാൻ വിടുകയാണ്. അപ്പോൾ DU 4 മാത്രം നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, DU 3യും DU 4ഉം മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്താൽ മതി.
അപ്പോൾ ആ ഇഷ്യൂ സോൾവ് ആയി. ഓക്കെ, ജമീല മാം അല്ലേ ചോദിച്ച്? മനസ്സിലായി. ഇപ്പം ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. DU4 എന്നുള്ളത് L2 L3യുടെ ഇടയിലാണ്. ലുംബാർ ട്യൂബിൻ്റെയും താഴെയും L3യുടെ മുകളിലും. അപ്പോൾ നിങ്ങൾ തൊടുന്ന സമയത്ത് ഓരോ വെർട്ടിബ്ര കഴിയുമ്പോൾ ഓരോ കുഴി കിട്ടും. അപ്പോൾ 1-2 പ്രാവശ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഏകദേശം ഇന്ന ഭാഗത്താണ് മറ്റേ വെർട്ടിബ്ര വരണം എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ വിരലൊന്ന് ഓടിച്ച് നോക്കുക. ഒട്ടുമിക്ക ആളുകൾക്കും വന്നിട്ട് നമ്മളൊന്ന് അവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ പെയിൻ ഉണ്ടാവും. ഒരു വിരലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പോലും. ഓക്കെ, അടുത്തത് DU5 എന്നുള്ളത് പോയിൻ്റാണ്. ഓൺ ദ ലുംബാർ റീജിയൻ ഓൺ ദ പോസ്റ്റീരിയർ മീഡിയൽ ലൈൻ. ഈ ലൈന് മാറുകയില്ല കേട്ടോ, അപ് ടു DU20. പെയിൻ എന്താണ് പറയുന്നത്? പെയിൻ ഈസ് എ ലാംഗ്വേജ് സ്പോക്കൺ ബൈ യുവർ ബോഡി ടു ടേക്ക് കെയർ. അപ്പോൾ വേദന എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്നൊരു ഇൻഫർമേഷൻ ആണ്, എനിക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന്. മുട്ട എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വേദന വരുമ്പോഴാണല്ലോ നിങ്ങൾ അവിടെ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് എഴുന്നേൽക്കുന്നത്. മുറ്റൊക്കെ അടിച്ചു വാരുമ്പോൾ ഇടുപ്പിലൊരു വേദന വരുന്നതുകൊണ്ടാണല്ലോ ബാക്ക് സൈഡിൽ നിങ്ങൾ കൈവച്ച് നടുവ് നിവർത്തണത്, ഇല്ലേ? അപ്പോൾ വേദന എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടല്ല. ഐദർ അൺലെസ് നിങ്ങൾ പോയിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇടിക്കുകയോ അല്ലെങ്കിൽ തട്ട് ഡാമേജ് ഒക്കെ ആയി വരുന്ന വേദന അല്ലാതെ ബാക്കിയുള്ള വേദനകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാംഗ്വേജ് സ്പോക്കൺ ബൈ യുവർ ബോഡി. നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുകയാണ്, എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്. കുട്ടികൾ വിശന്ന് കരയുന്നത് പോലെ. അപ്പോൾ കരയണത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. അതേമാതിരി തന്നെയാണ് ശരീരത്തിൻ്റെ വേദന. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയാണ്, ഒന്ന് ശ്രദ്ധിക്കുക, എനിക്കിവിടെ വീക്ക്നെസ് ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, സോ DU5 എന്നുള്ളത് 1ാമത്തെയും 2ാമത്തെയും ലുംബാർ വെർട്ടിബ്രയുടെ ഇടയിലുള്ള സ്പേസാണ്. ലുംബാറിൻ്റെ ആഷി ആയതുകൊണ്ട് ലുംബാറിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൂടാതെ അബ്ഡമനിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഡയറിയനെ സപ്പോർട്ട് ചെയ്യുന്നു. അതേമാതിരി തന്നെ ലുംബാർ റീജിയനെ നിങ്ങൾ എങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി ലോവർ എക്സ്ട്രിമിറ്റീസിനെ സപ്പോർട്ട് കിട്ടും, ലുംബാർ ഏരിയനെ സപ്പോർട്ട് കിട്ടും, ജനനേന്ദ്രിയങ്ങളായിട്ടുള്ള ഇഷ്യൂസിനെ സപ്പോർട്ട് കിട്ടും. അബ്ഡമനിലും പ്രത്യേകിച്ച് ലോവർ അബ്ഡമനിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അബ്ഡമൻ പെയിന് ലോവർ അബ്ഡമനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഡയേറിയ. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് DU5 എന്നുള്ളത്. L1 ആൻഡ് L2ൻ്റെ ഇടയിലാണ് ഈ DU5 അല്ലെങ്കിൽ ഗവേണിംഗ് വെസൽസിൻ്റെ 5ാമത്തെ പോയിൻ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ലുംബാർ ഏരിയയിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്തോ ഒന്ന് അമർത്തി തരികയോ ചെയ്യണം. എല്ലാം പണി കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ കമന്നൊന്ന് കിടക്കുന്ന സമയത്ത് അവിടെ ആര് നിങ്ങൾക്കൊന്ന് അമർത്തി തന്നു കഴിഞ്ഞാലും നല്ല സുഖം തോന്നും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രീ ബോണാണ് വളരെയേറെ. അതായത് നമ്മുടെ ലുംബാർ റീജിയൻ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് സെൻറ്റർ ഓഫ് അവർ ബോഡിയാണ്. അവിടുന്ന് താഴോട്ടുള്ള എല്ലാ ഭാഗങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഈ ലോവർ ബാക്ക് പെയിനൊക്കെ വന്നിട്ട് 2 വീലർ ഓട്ടിക്കുന്നവരോട് നമ്മൾ ഇടുപ്പിലേക്ക് ബെൽറ്റ് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ബെൽറ്റ് ഭയങ്കര ടൈറ്റ് ആയിട്ടൊന്നുമില്ല കിട്ടുന്നത്, ജസ്റ്റ് ഒരു മറ്റേ നമ്മൾ പാൻറ്റൊക്കെ ഇട്ട് ഒരു ബെൽറ്റ് ഇട്ടാൽ കിട്ടുന്ന ടൈറ്റ്നെസ്സേ കിട്ടത്തുള്ളൂ. പക്ഷേ അതിനകത്തൊരു സപ്പോർട്ടീവ് ടൂളുണ്ട്, ഒരു മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ചെറിയൊരു മറ്റേ എന്താ പറയുക ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടാവും. അത് നമ്മൾ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ ലുംബാർ ഏരിയനെയൊക്കെ സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾ ഇരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ മുകളിൽ വരെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ലുംബാർ റീജിയന് നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടിയാൽ തന്നെ ഇരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ സാർ, അപ്പൊ ഉഴിച്ചിലൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ പോയിന്റ് ഒക്കെ എല്ലാം കിട്ടുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. ഉഴിച്ചിൽ മാത്രമല്ല, ബോഡി തെറാപ്പികൾ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ മറ്റേ ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ അപ്പോഴേ തൊട്ട് പറഞ്ഞത്, ഡ്യൂ മെറീഡിയന് മാത്രമല്ല UB മെറീഡിയനും ടച്ച് ആവും. ഇതിന് രണ്ടിനും ഇടയിൽ എക്സ്ട്രാ പോയിന്റ്സുകളുണ്ട് ഓരോ വെർട്ടിബ്രയും. ആ പോയിന്റ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആര് ബാക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതേമാതിരി തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്, ഷോൾഡർ റീജിയൻ ആരെങ്കിലും അമർത്തി തന്നാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതേമാതിരി തന്നെ തൊറാസിക്കിൻ്റെ ലോവർ എഡ്ജിൽ എവിടെയാണോ ടയർ പോലെ വരുന്നത് ആ ഭാഗത്ത് ആരെങ്കിലും പ്രഷർ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പെൽവിക് റീജിയനിലൊക്കെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ വന്നത് സ്റ്റാഗ്നേഷൻ കൂടുതൽ ഉണ്ടാവാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരു പ്രഷർ അവിടെ കിട്ടുന്ന സമയത്ത് ആ സ്റ്റാഗ്നേഷൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അവിടുന്ന് ടോക്സിക് റിമൂവ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. DU6 എന്ന് പറയുന്നത് തൊറാസിക് 11th തൊറാസിക് 11ാമത്തെയും
12ാമത്തെയും വാരിയെല്ലുകൾക്ക് ഇടയിലാണ്. ഇപ്പം വെള്ളം കൊണ്ടുവരും. തൊറാസിക് 11 and 12ൻ്റെ ഇടയിലാണ് ഈ DU6 എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളത്. ഡയറിയയ്ക്ക് നല്ലതാണ്, ജോണ്ടിസിന് നല്ല പോയിൻ്റാണ്, ഹെമറോയിഡ്സിന് നല്ലതാണ്, എപ്പിലെപ്സിക്ക് ഈ പോയിൻ്റ് നല്ലതാണ്. ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ടോണിഫൈസ് ആൻഡ് റെഗുലേറ്റ്സ് ദ സ്പ്ലീൻ. ഓക്കെ, അപ്പോൾ ഇത് സ്പ്ലീനിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റ് ആയതുകൊണ്ട് ഡയബറ്റിക് ഉള്ളവർക്കും ഈ പോയിൻ്റ് നല്ലതായിരിക്കും. റിസോൾവ്സ് ഡാംപ്നെസ്, ബെനിഫിറ്റ്സ് ദ സ്പൈൻ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ടീനേജിൽ നമുക്ക് മുഖത്തൊക്കെ കുരുക്കൾ വരാം. പക്ഷേ ടീനേജ് കഴിഞ്ഞാലും ചില ആളുകൾക്ക് കുരുക്കൾ വരും. അപ്പോൾ ആ സമയത്ത് ഈ തൊറാസിക് 11ൻ്റെ അവിടെയും തൊറാസിക് 12ൻ്റെ അടുത്തും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ പെയിൻ വല്ലതും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട്. ഒറ്റ മിനിറ്റ്, ആരോ വന്നിട്ടുണ്ട്, ഒരാളൊന്ന് കയറ്റിക്കോട്ടെ. അപ്പം ആ സമയത്ത് അവിടെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പെയിനോ അല്ലെങ്കിൽ മറ്റേ ടെമ്പറേച്ചർ വേരിയേഷൻ എക്സസ് ആയിട്ട് ഡിഫറൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തും കൂടെ പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പ്രായപൂർത്തിയായ ശേഷവും ഉണ്ടാവുന്ന മുഖത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ വരും. ഞാൻ പറയുന്നത് ചൂട് കാലത്ത് വരുന്നതല്ല, എങ്ങനെയാണോ ടീനേജിൽ വരുന്നത് അതേമാതിരി തന്നെ പല ആളുകളിലും വരും. 40, 50, 60 വയസ്സിലും വരുന്ന ആളുകളൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ വന്നിട്ട് ഈ തൊറാസിക് 11, 12ൻ്റെ അവിടെ ചെറിയ എന്തുണ്ടാവും, സ്റ്റാഗ്നേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ഇഷ്യൂസും സോർട്ട് ഔട്ട് ആവും. അപ്പൊ ഈ റീജിയനിൽ നമ്മൾ കുറച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താലും മതിയില്ലേ? ഓ മതി. അവിടുത്തെ സ്റ്റാഗ്നേഷൻ റിമൂവ് ചെയ്യണം. മോക്സ കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, മോക്സ കാണിക്കാമോ? ഓക്കെ. സോ തൊറാസിക് 11 ഉം 12ൻ്റെ ഇടയിലാണ് നമ്മളുടെ DU6 എന്ന് പറയുന്ന പോയിന്റ്. അടുത്തത് DU7 എന്നുള്ള പോയിൻ്റാണ്. തൊറാസിക് 10 ഉം 11നും ഇടയിൽ വരുന്ന പോയിൻ്റാണ്. ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബോണ് കഴിയുമ്പോഴും നമ്മൾ ഈ LA2 ഒക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ലേ, LA2ഉം 3ഉം കൂടി പറയുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പാണ്, കയറി ഇറങ്ങി അടുത്ത ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന പോലെ ഓരോ വെർട്ടിബ്ര കയറി ഇറങ്ങുമ്പോഴും നമുക്ക് ആ പോയിൻറ്റ്സ് കിട്ടും, ലൊക്കേഷൻസ് കിട്ടും. 1-2 സ്ഥലത്ത് മാത്രമേ പോയിൻറ്റ്സ് ഇല്ലാത്തുള്ളൂ. ഓക്കെ, എന്തിനൊക്കെ നല്ലത്? ജോണ്ടിസിന് നല്ലതാണ്, അതേമാതിരി ഹിക്കപ്പിന് നല്ലതാണ്, വോമിറ്റിങ്ങിന് നല്ലതാണ്, അതേമാതിരി അബ്ഡമൻ ഡിസ്റ്റൻഷന് നല്ലതാണ്, അതേമാതിരി തന്നെ ലുംബാർ റീജിയൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ്. ഇറ്റ് റെഗുലേറ്റ്സ് മിഡിൽ ജിയോ, ബെനിഫിറ്റ്സ് ദ സ്പൈൻ. ഓക്കെ, അപ്പോൾ നട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ്. മിഡിൽ ജിയോനെ സപ്പോർട്ട് ചെയ്യുന്നു. മഞ്ഞപ്പിത്തത്ത് മാറാൻ നല്ലതാണ്, ഹിക്കപ്പിന് നല്ലതാണ്, വോമിറ്റിംഗ്, അതേമാതിരി തന്നെ അബ്ഡമൻ ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് വീർത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ, ദഹിച്ചിട്ടില്ല, വയറങ്ങനെ കല്ലുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയും. ഓരോരുത്തരും ഓരോ ലാംഗ്വേജാണ്, അതിനൊക്കെ നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിക്കാം. DU7 എന്ന് പറയുന്നത് 10ാമത്തെ വെർട്ടിബ്രയുടെയും 11ാമത്തെ വെർട്ടിബ്രയുടെയും ഇടയിലാണ് ഈ ഗവേണിംഗ് വെസൽ 7 അല്ലെങ്കിൽ DU7 എന്ന് പറയുന്ന പോയിന്റ്. അടുത്തത് DU8 എന്നുള്ള പോയിൻ്റാണ്, സ്നൂസ് കോൺട്രാക്ഷൻസ്. അപ്പോൾ അതെന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതായി. ശരീരത്തിനകത്ത് എവിടെ ടെൻഡൻ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്കത് ട്രീറ്റ് ചെയ്യാൻ ഇതിനെയും കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, 9ാമത്തെ വെർട്ടിബ്രയും 10ാമത്തെ വെർട്ടിബ്രയുടെയും ഇടയിലാണ് ഈ DU8 എന്ന് പറയുന്നത്. ഓൺ ദ മിഡ് ലൈനിൽ തന്നെയാണ്. എപ്പിലെപ്സിക്ക് നല്ലതാണ്, ബാക്കിലെ സ്റ്റിഫ്നെസ്സിന് നല്ലതാണ്, ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന് നല്ലതാണ്. ശരീരത്തിനകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊളുത്തിപ്പിടുക്കുക അല്ലെങ്കിൽ സ്പാസ് എന്ന് പറയില്ലേ, കോച്ചിപ്പിടുത്തം, അതിന് നല്ലതാണ്. സ്നൂസിന് സപ്പോർട്ട് ചെയ്യാൻ നല്ലതാണ്. ഇൻറ്റീരിയർ മാറാൻ നല്ലതാണ്. അതേമാതിരി കാംസ് ദ ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ഈ തൊറാസിക് 9 മാത്രമല്ല, തൊറാസിക് 5, 6, 7, 8, 9 വരെ ഉള്ളതൊക്കെ ചെയ്യുന്നത്. ഒട്ടുമിക്ക ഇഷ്യൂസും നമുക്ക് BP റിലേറ്റഡ് ആയിട്ടും ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടും ലിവർ റിലേറ്റഡ് ആയിട്ടും ദഹന സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനൊക്കെ തന്നെ ഇത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ശരിയാണ് സർ, തൊറാസിക്കിന്റെ ഭാഗത്തല്ലേ നമ്മൾ ഓർഗൻസിന്റെ അധിക ഭാഗവും? അങ്ങനെയല്ല, അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ ഫംഗ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം എന്താ, കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാലും നമ്മളിവിടെ സംസാരിക്കുന്ന സബ്ജക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്താ വെച്ചാൽ, ഓരോ ഓർഗണും, നമ്മുടെ 12 ഓർഗണും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അതിനൊരു കോർഡിനേഷൻ വേണം. ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്നത് ആരാണ് പറഞ്ഞു വെച്ചാൽ ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റാണ്, തമിഴ്നാട്ടിൽ വേറൊരു ഗവൺമെൻറ്റാണ്. പക്ഷേ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ് തന്നെയുണ്ട്. ഇതിനെയൊക്കെ കൂടി ഓവറോൾ നോക്കാൻ ഒരു രാഷ്ട്രപതി ഉള്ളതുപോലെ തന്നെ നമുക്കിവിടെ വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാലിറ്റി പറഞ്ഞാൽ
12 ഓർഗൻ സെൽഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും തമ്മിൽ ഒരു കോർഡിനേഷൻ വേണമെങ്കിൽ ബ്രെയിനിൻ്റെ സഹായം വേണം. അപ്പോൾ ഏതൊരു പണി ചെയ്യുന്ന സമയത്തും ഈ ഓരോ ഓർഗൻസും എന്ത് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ബ്രെയിൻ അയക്കും. ഇതാ എനിക്ക് ആഹാരം വന്നിട്ടുണ്ട്, മെസ്സേജ് അയക്കും. ഇപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ആഹാരം വന്നു കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ നിന്ന് മറ്റേ ഒരു മെസ്സേജ് ബ്രെയിനിലേക്ക് പോകും, എനിക്ക് ആഹാരം വന്നിട്ടുണ്ട്. ബ്രെയിൻ അനലൈസ് ചെയ്യും. എന്തിനൊക്കെ വെച്ച് അനലൈസ് ചെയ്യും? അതിന് മുമ്പേ തന്നെ ബ്രെയിൻ സ്റ്റൊമക്കിന് മെസ്സേജും കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിച്ചു എന്ന് പറയാൻ പറ്റാത്ത പോലെയാണ്. നമ്മളൊരു 0 വരഞ്ഞ പോലെയാണ്. 0 വളരെ മിറാക്കിളായിട്ടുള്ളൊരു സാധനം. ബാക്കിയുള്ള എല്ലാത്തിനും 8 എന്ന് പറയുന്നത് 2 0ആണ്. 8 മറ്റേ എന്താ പറയുക, തമിഴിലൊരു പഴമൊഴിയുണ്ട്, 8ഉം പൊട്ടും തിരിയില്ല എന്ന് പറയും. പൊട്ടെന്ന് പറയുന്നത് 0, 8 എന്ന് പറയുന്നതും അതേപോലെ തന്നെയാണ്. 8നും 0ത്തിനുള്ള പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയല്ലേ നമ്മൾ 0 ഇടുന്നതും 8 ഇടുന്നതും അങ്ങനെയാണ്. ഓക്കെ, നമ്മൾ എഴുതി ശീലം വരുമ്പോൾ ഒരു സ്ഥിരമായിട്ട് ഒരു ഭാഗത്ത് എഴുതുന്നു എന്ന് മാത്രം, അതല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു സൈക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ടയറിനെ പോലെയാണ്. അതിൻ്റെ ഏതാണ് തുടക്കം ഏതാണ് ഒടുക്കെന്ന് പറയാൻ പറ്റില്ല. അതേമാതിരി മറ്റേ ബ്രെയിനിന് ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിനൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ തിരിച്ച് പാസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേമാതിരി എല്ലാ പ്രോസസ്സിലും ഉണ്ട്. ആഹാരം നിങ്ങൾ കണ്ട ഉടനെ കണ്ണൊരു മെസ്സേജ് വിടും ബ്രെയിനകത്ത്, ഇത് ഇന്നമാതിരി ഞാൻ സാധനം കണ്ടു, ഇന്ന് ആ ചിത്രം പോകുമ്പോൾ ബ്രെയിൻ പറയും. ബ്രെയിൻ എന്ത് ചെയ്യും, ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ളതും എല്ലാം അനലൈസ് ചെയ്യും. അത് ഈവൻ നിങ്ങളുടെ DNA പ്രോസസ്സിനെ വരെ അനലൈസ് ചെയ്യും. ഇതിനു മുമ്പെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇത് കണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി അതെന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ബ്രെയിൻ ഉടനെ ഇത് ആർക്കൊക്കെ അലേർട്ട് കൊടുക്കണോ അവർക്കൊക്കെ ഇൻഫർമേഷൻ കൊടുക്കും. നിങ്ങളൊരു സാധനം കണ്ടു, ചുവന്ന നിറത്തിലാണ്, അതിന് കറുത്ത കുരുക്കളുണ്ട്, വേനൽക്കാലാണ്, ഇത് തണ്ണിമത്തനാണെന്നുള്ളൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ അത് കണ്ണിന് തിരിച്ചറിയില്ല അത് തണ്ണിമത്തനാണോ എന്താണെന്നുള്ളത്. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റൊമക്കിലേക്കും നമ്മുടെ വായിലേക്കും സലൈവറി ഗ്ലാൻഡിനും എല്ലാത്തിനും ഇൻഫർമേഷൻ കൊടുക്കും. ഇങ്ങനെ ഇത് കണ്ടു, അപ്പോൾ നമുക്ക് നാവിൽ വെള്ളം ഊറാൻ തുടങ്ങും. അപ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ അവന് ഇത്ര ചെയ്യുന്നുണ്ട്, ഇത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് സ്റ്റൊമക്കിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് പോവും, മെസ്സേജ് പോവും. ബ്രെയിൻ ഉടനെ സ്റ്റൊമക്കിലേക്ക് പറയും ഇത്ര ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അല്ലാണ്ട് നിങ്ങൾ കഴിക്കാതെ മിഴുങ്ങുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ പോവില്ല, ബ്രെയിന് പറയൂല്ല എന്നത് കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതങ്ങനെ ആസച്ച് പോവും. ഓക്കെ, ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് രാവിലെ എഴുന്നേറ്റ് അറിയില്ല. കാരണം അവരുടെ അത് ശരിക്കും ദഹനം പോലും നടന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ കൊടുത്ത സാധനം ആ കുട്ടിക്ക് എത്ര തന്നെ ഇഷ്ടമുള്ളതാണെങ്കിലും ശരി, എത്ര തന്നെ നല്ല സാധനമാണെങ്കിലും ശരി, അതെന്താണെന്ന് കഴിക്കുന്നതെന്ന് അറിഞ്ഞ് പോകുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ഒരിക്കലും കിട്ടത്തില്ല. അത് പിന്നെ അവിടെ കെമിക്കൽ കോമ്പോസിഷൻ വർക്ക് ചെയ്യുന്നതല്ലാണ്ട് നമ്മുടെ നാച്ചുറലായിട്ട് വർക്ക് ചെയ്യേണ്ട സിസ്റ്റം വർക്ക് ചെയ്യില്ല. പക്ഷെ സാറെ ചിലതില്ല, കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിലും പേരൻസ് നിർബന്ധിച്ച് കൊടുക്കുന്നത്, അപ്പോ ഇതേ പ്രോസസ് തന്നെ ആയിരിക്കും അവിടെയും? അല്ല, അത് വേറെയാണ്. അത് പിന്നെ നമുക്ക് പറയാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആടിനെ അറുക്കുന്നതിന് മുമ്പ് ആടിൻ്റെ സമ്മതം വേണമെന്ന് പറയും ഇല്ലേ? ആട് തലയാട്ടണമെന്ന് പറയും ഇല്ലേ? നിങ്ങൾ കഴിക്കുന്ന സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിക്കണം, സിമ്പിളായിട്ട്. അപ്പോഴേ അത് നല്ലതായിട്ട് ഗുണം ചെയ്യുള്ളൂ. ഓക്കെ, കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കുറേ ഉണ്ട്. നിങ്ങൾ അവരെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അതായത് പ്രകൃതിയിലുള്ള എല്ലാത്തിനും ഓരോ മാറ്റങ്ങളുണ്ട്. പണ്ട് കാലത്ത് നമ്മളുടെ റോഡിൽ കൂടി പുതിയൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി അന്വേഷിക്കും ആരാണ് എവിടേക്കാണെന്നുള്ളത് ഇല്ലേ? പണ്ടങ്ങനെയാ, ഒരാൾ വന്ന എല്ലാവരും അറിയും. അടുത്ത വീട്ടിൽ നിന്നിട്ട് ആൾക്കാർ 2 പേര് വഴക്കിട്ടാൽ പോലും നമ്മൾ ജനലിൽ കൂടി നോക്കി ഉള്ളിലിരിക്കുന്നല്ലാതെ പോയി അന്വേഷിക്കത്തില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറിച്ചല്ല പറഞ്ഞ് പൊതുവെയുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? ശരിയാ സർ. ഇപ്പൊ അതില്ല. പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു വീട്ടിലൊരു ചെക്കനോ പെൺകുട്ടിയോ കല്യാണം കഴിക്കാൻ പ്രായമായി കഴിഞ്ഞാൽ അത് അവരന്വേഷിക്കേണ്ട ആവശ്യമില്ല, വീട്ടുകാർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർ അന്വേഷിച്ച് ഇവന് പറ്റിയ കുട്ടി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പറ്റിയ ചെക്കൻ അവിടെ ഉണ്ട് എന്ന് പറയായിരുന്നു. ഇന്ന് പറയില്ല. ഉണ്ടെന്ന് അന്വേഷിച്ചാൽ പോലും ആരും റെഫർ ചെയ്യില്ല. അപ്പം പാര വെക്കലല്ല, അത് ആക്ച്വലി അവർ ഭയം കൊണ്ടാ.
കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെ മാറി. അപ്പോൾ മാറ്റം എല്ലാത്തിലും സംഭവിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ പ്രാർത്ഥനകളിലും ദൈവങ്ങളിലും വരെ മാറ്റങ്ങളുണ്ട്. അതാണ് ഓരോ കാലഘട്ടങ്ങളിലും ആദ്യം എന്താ പറയുക, പ്രകൃതിയെ ആരാധിച്ചു, അതിനുശേഷം പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു സൈക്കിളാണ്, ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ചില കാര്യങ്ങൾ നല്ലതും ചീത്തയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നിനും അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് അങ്ങോട്ട് പോവുക. കൂട്ടത്തിലോടുമ്പോൾ നടുവിലോടുക. അപ്പോൾ എപ്പിലെപ്സിക്ക് ഈ പോയിന്റ് നല്ലതാണ്. DU18 9th and 10th thoracic vertebrae ഇടയിലാണ് സ്റ്റിഫ്നെസ് ഓഫ് ദ ബാക്ക്, ഗാസ്ട്രിക് സ്പെയിൻസ്. നമ്മളിത് പറഞ്ഞാണല്ലോ അല്ലേ? പിന്നെയും പിന്നെ അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോറി, പിക്ചർ കാണിച്ചില്ല. ഓക്കെ, അതന്നെ 9നും 10നും ഇടയിൽ. ഇതിനകത്ത് പിക്ചറിന് വളരെ പ്രാധാന്യമില്ല. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ കയ്യിൻ്റെ ബാക്കിൽ ഷോൾഡർ ബ്ലേഡ് ഉണ്ട് ഇല്ലേ, ആ കയ്യിൻ്റെ ഒരു വലിയ പട്ടയുണ്ട്, അതിൻ്റെ നേരെ വരുന്നതാണ് തൊറാസിക് 10 എന്ന് പറയുന്ന വെർട്ടിബ്ര. സോറി, 10 അല്ല, തൊറാസിക് 8. നമ്മളുടെ കയ്യിൻ്റെ ബാക്കിൽ ഒരു വലിയ എന്താ പറയുക, പട്ടല എന്ന് പറയില്ലേ, കയ്യിന്റെ ബാക്കിൽ വലിയൊരു എല്ലില്ലേ, ബട്ടർഫ്ലൈസ് പോലെ തന്നെ ചിത്രത്തിൽ നേരെ വര വരഞ്ഞ് കാണിക്കുന്നുണ്ടാ? അപ്പൊ ആ വര വരുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിലായിരിക്കും. അപ്പോൾ തൊറാസിക് DU9 അല്ലെങ്കിൽ GV9 ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കയ്യിൻ്റെ ബോണ്, ആ സ്കാപ്പുലയിൽ വരുന്ന ബോൺ എവിടെയാണോ ഫിനിഷ് ചെയ്യുന്നത്, അവിടുന്ന് നേരെയുള്ള സ്പൈനസ് പ്രോസസ്സിൻ്റെ കുഴിയായിരിക്കും ഈ DU9 എന്ന് പറയുന്നത്. DU9 ഓക്കെ. 9th and 10th വെർട്ടിബ്രയുടെ താഴെയാണ് DU8. ഈ ചിത്രം മാറിയിട്ടുണ്ട് കേട്ടോ, ചിത്രത്തിൽ ചെറിയ തെറ്റുണ്ട്. ചിത്രത്തിൽ ഓക്കെ, ഞാൻ പറഞ്ഞതിലാണ് തെറ്റ്. ഞാൻ നേരെ പോയിട്ട് ഈ പോയിന്റ് DU നിങ്ങൾക്ക് 9 എന്ന് പറഞ്ഞ് കാണുന്നതിലേക്ക് ഞാൻ പോയി. ഓക്കെ, അത് ആക്ച്വലി എത്രാമത്തെ വെർട്ടിബ്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 7th വെർട്ടിബ്രയാണ്. ഓക്കെ, വേറെ തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ കൺഫ്യൂഷനായി പോയതാണ്. DU8 എന്ന് പറയുന്നത് 9ാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെയും 10ാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ ഇടയിലാണ് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയി. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഈ റെഡ് കളറിലുള്ളത് നോക്കുന്നതിന് പകരം യെല്ലോ കളറിൽ നോക്കിയെന്ന് മാത്രം. അപ്പോൾ ഞാനും നിങ്ങളും ഒരേ തെറ്റ് വരുത്തിച്ചു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ 9ാമത്തെയും 10ാമത്തെയും തൊറാസിക് വെർട്ടിബ്രയുടെ ഇടയിലാണ് DU8. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഞാനാണ് തെറ്റ് വരുത്തിയത് കേട്ടോ. അപ്പോൾ അടുത്തത് വന്നിട്ട് 7th തൊറാസിക് വെർട്ടിബ്ര. ഇതാണ് നമ്മൾ അപ്പോഴേ ഞാൻ മാറ്റി പറഞ്ഞത്. തൊറാസിക് ഈ ഭാഗത്ത് വരുന്നത് തൊറാസിക് 7 and 8ൻ്റെ ഇടയിലാണ്. ഈ നമ്മുടെ ഈ കൈയിൻ്റെ ബാക്കിലുള്ള ബോൺ ഫിനിഷ് ചെയ്യുന്നത് ഇതിൻ്റെ നേരെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എത്തിയിട്ട് ഒരു വെർട്ടിബ്ര താഴെ വന്നു കഴിഞ്ഞാൽ ഒരു സ്പേസ് കിട്ടും. അതിൻ്റെ അടുത്ത പൊന്തി ഇറങ്ങിക്കഴിയുന്ന സമയത്ത് കിട്ടുന്ന കുഴിയാണ് DU8. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്യാമോ ഒന്ന്? അതായത് നമുക്കിപ്പോൾ ഈ DU9 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചത്, നമ്മുടെ ബാക്കിലുള്ള ആ മറ്റേ ബോണിൻ്റെ ട്രയാങ്കുലർ ഷേപ്പുള്ള ബോണിൻ്റെ എഡ്ജിൽ നിന്ന് നേരെ കൊണ്ടുവന്നാൽ കിട്ടുന്ന കുഴിയാണ് ഈ DU9. ഓക്കെ, DU9 എന്ന് പറയുന്നത് 10ാമത്തെ വെർട്ടിബ്രയുടെ മുകളിലാണ് ഉള്ളത്. ക്ലിയർ? നിങ്ങളൊന്ന് പൊന്തിയിട്ട് ആ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തൊറാസിക് 10നും 11നും ഇടയിലുള്ള കുഴിയാണ്. അതിനുശേഷം ഒരു വെർട്ടിബ്ര താഴെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ DU8 കിട്ടി. ക്ലിയർ ആയോ? അപ്പോൾ DU8 കിട്ടാൻ ആദ്യം നിങ്ങൾ DU9 നിന്ന് 2ാമത്തെ കുഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ DU8 കിട്ടി. DU9 നിന്ന് ഒരു ഫസ്റ്റ് മുകളിലേക്കുള്ള ആദ്യത്തെ കുഴി എടുത്തു കഴിഞ്ഞാൽ DU10 കിട്ടി. 2ാമത്തെ കുഴി എടുത്ത DU11 കിട്ടി. ഇപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ?
ഈ ബോണിൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കയ്യൊന്ന് അവരോട് അനക്കാൻ പറഞ്ഞാൽ മതി ബാക്കിൽ. യെസ് സർ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ DU പിന്നെയും പഴയ തന്നെ പോകണം. അപ്പോൾ DU9 എന്നുള്ളത് 7ാമത്തെയും 8ാമത്തെയും തൊറാസിക് വെർട്ടിബ്രയുടെ ഇടയിലുള്ള പോയിൻ്റാണ്. ഇത് വന്നിട്ട് ലിവറായിട്ട് വളരെയേറെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്, സ്പൈനസ് ആയിട്ട് തന്നെ. അപ്പോൾ ലിവറിനെ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന് നല്ലതാണ്, ജോണ്ടിസിന് നല്ലതാണ്, ചെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അതേമാതിരി തന്നെ ഹൈപ്പോകോൺട്രിയം ഏരിയയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അതേമാതിരി തന്നെ ചുമയ്ക്കും ബാക്ക് പെയിനും നല്ലതാണ്. റെഗുലേറ്റ്സ് ദ മിഡിൽ ജിയോ ആൻഡ് സ്പ്ലീൻ, ട്രീറ്റ്സ് ജോണ്ടിസ്, റിസോൾവ്സ് ഡാം ഹീറ്റ്, ഓപ്പൺസ് ദ ചെസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെർട്ടിബ്രാസ് ആണ് നമുക്ക്, പ്രത്യേകിച്ച് 5, 6, 7. ക്ലിയർ ആയോ? തൊറാസിക് 5, 6, 7 ഇത് നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭാഗം വളരെയേറെ പ്രാധാന്യമുണ്ട്, മനസ്സിലാക്കിക്കൊള്ളുക. അടുത്തത് ലൊക്കേഷൻ മനസ്സിലായല്ലോ, നമ്മൾ ആൾറെഡി പറഞ്ഞു. 7ാമത്തെയും 8ാമത്തെയും വെർട്ടിബ്രയുടെ ഇടയിലാണ് DU9 ഉള്ളത്. അടുത്തത് 6ാമത്തെയും 7ാമത്തെയും വെർട്ടിബ്രയ്ക്ക് ഇടയിൽ, അല്ലെങ്കിൽ 6ാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ താഴെയുള്ള കുഴിയിലാണ് DU10 എന്ന് പറയുന്ന ലൊക്കേഷൻ, മറ്റേ പോയിൻ്റ് ഉള്ളത്. അതെന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യൂട്ട് ഗ്യാസ്ട്രിക് പെയിൻ ഉപയോഗിക്കാം. അതേമാതിരി തന്നെ നമ്മളുടെ മുടികളൊക്കെ വന്നിട്ടേ വളരെ പെയിൻഫുള്ളായി തോന്നും. അതിനകത്തുനിന്ന് ഒരു പസ് ഫോർമേഷനായിട്ട് മുടി ഒന്നിലേക്ക് തനിയെ വീഴും, അല്ലെങ്കിൽ നമുക്ക് അതിനെ വലിച്ചെടുക്കാനൊരു ടെൻഡൻസി വരും. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ താഴെയൊക്കെ എന്തുണ്ടാവും, ചെറിയൊരു എന്താ പറയുക, ഒരു വെള്ള കളറിൽ പഴുപ്പ് മാതിരി ചെറുതായിട്ട് കാണും. അത് ചിലവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾക്കാണെങ്കിൽ മീശയിലോ താടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. ഓക്കെ, അതിന് വലിച്ചെടുക്കുന്ന സമയത്ത് ഇതേമാതിരി പസ് വരും. അതേ കൂടി ചിലപ്പോൾ പസ് ആ മുടിയുടെ അറ്റത്തായിരിക്കും. ആ മുടി കൊഴിയാൻ വേണ്ടിയിട്ട് ഭയങ്കര മറ്റേത്ര ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ അതാണ് ആ ബുദ്ധിമുട്ടുള്ളവർക്ക് മാറാൻ നല്ലതാണ്. കഫിന് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്. ഈ കഫിനും ആസ്മയ്ക്കും ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലങ്ങിൻ്റെ ബാക്കിലായിട്ട് വരുന്ന പോയിൻ്റാണ്. ഓക്കെ, പക്ഷേ ഇത് DU10 എന്ന് പറയുമ്പോൾ 6th വെർട്ടിബ്രയാണ്, മറ്റേ സ്റ്റൊമക്ക്, സ്പ്ലീന്, ലിവറായിട്ട് കണക്ട് ചെയ്യുന്ന ഏരിയയും കൂടിയാണ്. ഓക്കെ, സോ ഇത്രയും ഓർഗൻസിന് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ലൊക്കേഷനാണ് DU10 എന്നുള്ള പോയിന്റ്. ഞാൻ ചിത്രം അടുത്ത ക്ലാസ്സിൽ വെച്ച് തരാം. സ്പൈനും ഓർഗൻസ് തമ്മിൽ കണക്ഷൻസ് ഇതിന് തന്നെ എവിടെയെങ്കിലും ഇട്ടുണ്ടാവും. 6ാമത്തെയും 7ാമത്തെയും വെർട്ടിബ്രയ്ക്ക് ഇടയിലാണ് നമ്മുടെ ഈ ലൊക്കേഷൻ, അതായത് DU10 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 5ാമത്തെയും 6ാമത്തെയും വെർട്ടിബ്രയ്ക്ക് ഇടയിലുള്ള പോയിൻ്റാണ് DU11 എന്നുള്ളത്. തൊറാസിക് 5 ആണ്. അപ്പോൾ അത് ഇതേപോലെ തന്നെ 5, 6, 7 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ ആ ഓർഗൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ഇനിയൊരു ചാർട്ടും കൂടെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സ്പൈനൽ കോഡ് ആൻഡ് ഓർഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ലിസ്റ്റ് കിട്ടും, ഏതൊക്കെ ഓർഗണിലേക്കാണ് ഈ മെറീഡിയൻ പോകുന്നതെന്ന്. അപ്പോൾ അറിഞ്ഞോ അറിയാതെ അത് നമുക്കുണ്ട്, ഹിജാമ കപ്പിങ്ങിന്റെ അതെല്ലാം തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ സ്പെസിഫിക് ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഓർഗൻസ്, ആ ഓർഗൻസിന് സപ്പോർട്ട് ചെയ്യാൻ ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. പാൽപിറ്റേഷൻസ് ഉണ്ടെങ്കിൽ, കാർഡിയാക് പെയിന്, ഇൻസോമേനിയ. കാരണം ഈ 5th തൊറാസിക് വെർട്ടിബ്ര എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ എടുക്കുന്ന സമയത്ത് ഹാർട്ടിന് നേരെ ഏകദേശം ബാക്കിലായിട്ടാണ് വരിക. സോ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉപയോഗിക്കാം. പക്ഷേ വെർട്ടിബ്രയും ഓർഗണും തമ്മിൽ കണക്ഷൻ ആകുമ്പോൾ അത് വേറെ ഓർഗണിലേക്കായിരിക്കും പോവുക. പറഞ്ഞു വരുന്നത് മനസ്സിലാവുണ്ടോ? ഹലോ, ഹാർട്ടിലേക്ക് വെർട്ടിബ്ര കണക്ട് ചെയ്യുന്നത് നേരെ ഹാർട്ടിൻ്റെ അടുത്തുള്ള സ്പേസ് കൂടിയിട്ടല്ല വരിക, അതിൻ്റെയും മുകളിലാണ്. എല്ലാ വെർട്ടിബ്രയുടെയും മറ്റേ ഓർഗൻ കമ്മ്യൂണിക്കേഷൻ നോക്കിയാൽ നേരെ പാരലായിട്ടായിരിക്കില്ല, വെർട്ടിബ്ര കുറച്ചുകൂടി മുകളിലായിട്ടായിരിക്കും. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞു വരുന്നത്? ഇപ്പോൾ ക്ലിയർ ആണ്. അപ്പോൾ ഇത് ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നേരെ ബാക്കിലായിട്ട് വരുന്ന പോയിന്റ് ആയതുകൊണ്ടാണ്. പാൽപിറ്റേഷന്, കാർഡിയാക് പെയിന്, ഇൻസോമേനിയ, പുവർ മെമ്മറി എല്ലാത്തിനും സപ്പോർട്ട്. കഫിങ്ങിന് നല്ലതാണ്. അതേമാതിരി തന്നെ മറ്റെന്താ ചോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തൊണ്ടയിലൊക്കെ എന്തെങ്കിലും അടഞ്ഞ മാതിരി, അല്ലെങ്കിൽ ചെസ്റ്റിൽ എന്തെങ്കിലും അടഞ്ഞ മാതിരിയുള്ള ഒരു പ്രത്യേകതരം ചുമയുണ്ടല്ലോ, അതിന് നല്ലതാണ്. സ്റ്റിഫ്നെസ് ആൻഡ് പെയിൻ ഓഫ് ദ ബാക്കിന് നല്ലതാണ്. റെഗുലേറ്റ്സ് ദ ഹാർട്ട്, കാം ദ ഷൻ ആൻഡ് ക്ലിയേഴ്സ് ദ ഹീറ്റ്. ഓക്കെ, ഒരു മിനിറ്റ്.
ഞാൻ മറ്റേ എൻ്റെ അടുത്ത് ചാർട്ട് ഉണ്ടോ നോക്കിയതാ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ആ വെർട്ടിബ്രയുടെ ചാർട്ട് ഒന്നുകൂടി ഇട്ട് തരാം, നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, സോ തൊറാസിക് 5നും 6നും ഇടയിലാണ് നമ്മുടെ DU11 എന്ന് പറയുന്ന പോയിൻ്റ്, ഹാർട്ടിന് സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. ഓക്കെ, ഇത് ഡൈജഷൻ സിസ്റ്റത്തിനും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതേമാതിരി DU12 എന്ന് പറയുന്നത് ലൊക്കേഷൻ വന്നിട്ട് 3ാമത്തെയും 4ാമത്തെയും വെർട്ടിബ്രകളുടെ ഇടയിലാണ്. ആക്ച്വലി ഈ 3rd and 4th എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന വെർട്ടിബ്രാസാണ്. അപ്പോൾ നിങ്ങൾ DU11 ഹാർട്ടിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് സപ്പോർട്ടീവായിട്ട് DU12 കൂടെ കൊടുക്കുന്നത് വളരെയേറെ റിസൾട്ട് കിട്ടും. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് ഇവിടുന്നാണ്, വെർട്ടിബ്ര സ്പ്ലിറ്റ് ആവുന്നത് സ്പൈനിൽ നിന്ന്. ഓക്കെ, വെർട്ടിബ്ര അല്ല സ്പ്ലിറ്റ് ആവുന്നത്, സ്പൈനൽ കോഡ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ തെറ്റുകൾ കാണുമ്പോൾ കറക്റ്റ് ചെയ്ത് തരാൻ കൂടെ ശ്രമിക്കുക. ഓക്കെ, വെർട്ടിബ്രയെന്ന് ഓർഗണിലേക്കുള്ള സ്പൈനൽ കോഡ് പുറത്ത് വന്ന് ആ നെർവ് സിസ്റ്റം പോകുന്നത് ഹാർട്ടിൻ്റെ ആക്ച്വലി 3ലും കൂടെ ഉണ്ട്, 3 തൊറാസിക് 3rd കൂടിയിട്ട്. അപ്പോൾ എന്തിനൊക്കെ നല്ലതാണിത്? കഫിന് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്, എപ്പിലെപ്സിക്ക് നല്ലതാണ്, അപ്പർ സ്പൈനിൽ സ്റ്റിഫ്നെസ്സും മറ്റും മാറാൻ ഈ പോയിൻ്റ് നല്ലതാണ്, ലങ്ങിലെ ഹീറ്റിനെ ക്ലിയർ ചെയ്യുന്നു, ലങ് ചീനെ ടോണിഫൈ ചെയ്യുന്നു, ശരീരത്തിന് സ്ട്രെങ്തൻ ചെയ്യാൻ ഈ പോയിൻ്റ് നല്ലതാണ്, ഇൻറ്റീരിയർ വിൻഡിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന പോയിൻ്റാണ് ഇത്. ഓക്കെ, ഇൻറ്റീരിയർ വിൻഡ് എന്ന് പറയുന്ന സമയത്ത് സിംറ്റം പറയുന്നത്, എക്സ്റ്റീരിയർ വിൻഡ് നമുക്കറിയാം, തണുപ്പ് നമ്മുടെ വെളിഭാഗത്ത് ഉണ്ടാവും, വിറയലൊക്കെ ഉണ്ടാവും. ഇൻറ്റേർണൽ വിൻഡ് വരുന്ന സമയത്ത് ഉള്ളിൽ ഓർഗണിനായിരിക്കും തണുപ്പുണ്ടാവുക, വെളിയിൽ ചിലപ്പോൾ വാമായിരിക്കും. പനി വരുന്ന സമയത്ത് കുട്ടികൾ വന്നിട്ട് ശരീരം തൊടുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ചൂടായിരിക്കും, പക്ഷേ ഇൻറ്റേർണലി അവർ വിറയ്ക്കുണ്ടാവും, പുതച്ച് കിടക്കുന്നുണ്ടാവും, ഫാൻ ഓഫ് ആക്കാനൊക്കെ പറയും. ഓക്കെ, അതേമാതിരി തന്നെ ഇൻറ്റീരിയർ വിൻഡും വരും, എക്സ്റ്റീരിയർ വിൻഡും വരും, നടുക്കമൊക്കെ വരുന്നത്, ഉള്ളിൽ നിന്നുള്ള നടുക്കം വൈബ്രേഷൻസ് ഒക്കെ വരുന്നത് ഇൻറ്റീരിയർ വിൻഡ് കോൾഡ് കൊണ്ടാണ്. 3ാമത്തെയും 4ാമത്തെയും വെർട്ടിബ്രയ്ക്ക് ഇടയിൽ. അടുത്തത് DU13 എന്നുള്ള പോയിൻ്റാണ്, തൊറാസിക് 1ാമത്തെയും 2ാമത്തെയും വെർട്ടിബ്രയ്ക്ക് ഇടയിലാണ് ഉള്ള പോയിൻ്റാണ് ഈ DU13 എന്ന് പറയുന്നത്. ഡ്യൂ വെസൽസിൻ്റെയും യൂറിനറി വെസൽസും കൂടി ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ്. ഈ ഡ്യൂ മെറീഡിയൻ വന്നിട്ട് ഇവിടുന്ന് യൂറിനറി ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്യുന്നുമുണ്ട്. നമ്മൾ ആദ്യത്തെ ചിത്രം കണ്ടപ്പോൾ അവിടെ ഒരു നമ്മളുടെ എന്താ പറയുക, ഒരു സ്ക്വയറിനെ തിരിച്ചു വെച്ച മാതിരി, 2 ട്രയാങ്കിളിനെ തിരിച്ചു വെച്ച മാതിരി കണ്ടിട്ടുണ്ടാവും, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മെറീഡിയൻ കാണുന്നുണ്ടോ? DU12 കൂടെ കാണിക്കുന്നത് മെറീഡിയൻ സ്പ്ലിറ്റ് ചെയ്ത് പിന്നെയും തിരിച്ചു പോകുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഈ 13നും 14നും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്യൂ മെറീഡിയനിൽ. ഓക്കെ, എന്തിനൊക്കെ ഉപയോഗിക്കാം? പനി സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഈ പോയിൻ്റ് വളരെ നല്ലതാണ്. മലേറിയയ്ക്ക് നല്ലതാണ്, ഹെഡ് ഏക്കിന്, സ്റ്റിഫ്നെസ് ഓഫ് ദ ബാക്കിന്, ഇറ്റ് ക്ലിയേഴ്സ് ദ ഹീറ്റ്, എക്സ്പിൽസ് ദ എക്സ്റ്റീരിയർ, ട്രീറ്റ്സ് മലേറിയ. DU13 ഈസ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഇൻ ട്രീറ്റിംഗ് മലേറിയ. മലേറിയയെക്കുറിച്ച് കുറേ പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും DU13 വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട പോയിൻ്റാണ് മലേറിയയ്ക്ക്. ഓക്കെ, തൊറാസിക് 1നും തൊറാസിക് 2നും ഇടയിലുള്ള പോയിൻ്റാണ്. അത് കഴിഞ്ഞാൽ ഈ 13നും 14നും ഒക്കെ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റാണ്. ഓക്കെ, കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാവും. അതേമാതിരി അവിടെ ഒരു മറ്റേ എന്താ പറയുക, അവിടെ വന്നിട്ട് തടി കൂടുതലായിരിക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും, മസിൽസ് കൂടുതൽ ബിൽഡായ പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ വന്നിട്ട് നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യും. അപ്പോൾ അതേമാതിരി തന്നെ DU14 എന്നുള്ള പോയിൻ്റാണ്, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. മറ്റേ സെർവിക്കൽ, 7th സെർവിക്കലും തൊറാസിക് 1ൻ്റെയും ഇടയിൽ വരുന്ന പോയിൻ്റാണ്. കഴുത്ത് നന്നായി കുനിഞ്ഞു കഴിഞ്ഞാൽ പൊന്തി നിൽക്കുന്ന ബോണിൻ്റെ ഫസ്റ്റത്തെ കുഴിയാണ് ഈ DU14, സെക്കൻഡാണ് നമ്മളിപ്പോൾ കണ്ട DU15. ഓക്കെ, അതെന്തിലേക്കാണ്? കാലിലെ 3 യാങ് മെറീഡിയൻസ് ക്രോസിംഗ് പോയിൻ്റാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് DU14. പലപ്പോഴും എനിക്ക് പണ്ട് ഞങ്ങളിത് പഠിച്ചു തരുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, സ്കിൻ ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ ഈ LU5 നീഡിൽ ചെയ്യാൻ പറയും. അങ്ങനെ നീഡിൽ എടുക്കുന്ന സമയത്ത് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ആ നീഡിൽ ആ ബ്ലഡ് തൊട്ടിട്ട് DU14 നല്ല ചേഞ്ച് ഉണ്ടാവുമെന്ന് പറയും. എനിക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. സ്കിൻ ഡിസീസിന് വരുന്ന സമയത്ത് LU5 നമുക്ക് നീഡിൽ ചെയ്യാൻ പറയും. ഓക്കെ,
എന്നിട്ട് നമ്മൾ നീഡിലെടുക്കുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് വരികയാണെങ്കിൽ ആ ബ്ലഡിനെ ഒന്നുകൂടെ നീഡിൽ ടച്ച് ചെയ്ത ശേഷം DU14 ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ ഡിസീസിന് നല്ല മാറ്റം വരുന്ന പറഞ്ഞത് ഓർമ്മയുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ളൊരു പേഷ്യൻസിന് ഇതുവരെ ട്രീറ്റ് ചെയ്യാൻ ബ്ലഡ് വേണം നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ വെറുതെ അങ്ങ് വരുത്തിക്കാൻ പാടില്ല. ബ്ലഡ് തനിയെ വരണം. ആ അല്ല, ബ്ലഡ് വന്നിട്ടില്ലെങ്കിൽ ആ നീഡിലെടുത്ത് നമുക്ക് DU14 ഇട്ടൂടെ? ഞാനത് ചെയ്ത് നോക്കിയില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. സാർ ഇതൊരിക്കൽ പറഞ്ഞിനി. പറഞ്ഞിട്ടേ ഓക്കെ. ആ അപ്പോൾ ക്രോസിംഗ് പോയിന്റ് ഓഫ് ദ 3 യാങ് മെറിഡിയൻസ് ഓഫ് ദ ഇതെല്ലാം നമ്മൾ വായിച്ചത്. ഓക്കെ. പനിക്ക് നല്ലതാണ്, മലേറിയയ്ക്ക് നല്ലതാണ്. മറ്റേ അതായത് ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടിട്ടുള്ള പനിയുണ്ടല്ലോ, പെട്ടെന്ന് കൂടും കുറയും അങ്ങനെയുള്ള പനിക്ക്. നൈറ്റ് രാത്രി വന്നിട്ട് ഓവറായിട്ട് വേർക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. അവേർഷൻ ടു കോൾഡിന് നല്ലതാണ്. കോമൺ കോൾഡിന് നല്ലതാണ്. റെഡ്നെസ്സിന്, സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഓഫ് ദ ഐ, നെക്ക് റിജിഡിറ്റി ആൻഡ് പെയിൻ, എപ്പിലെപ്സി, കഫിന് എല്ലാത്തിനും നല്ലതാണ്. പ്രത്യേകിച്ച് എക്സ്റ്റീരിയർ പാത്തജൻസ് കാരണം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിനൊക്കെ നല്ല പോയിൻ്റാണ് DU14. അതുകൊണ്ടാണ് ഈ തണുപ്പ് കാലമൊക്കെ ആയി ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആകുമ്പോൾ നമ്മൾക്ക് വിക്സോ അയോഡക്സോ ഒക്കെ എടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരുപാട് പേര് തേക്കും. കണ്ടുണ്ടോ? ആ ഭാഗത്ത് സപ്പോർട്ട് ചോദിക്കും, അവിടെ വാംനെസ് തരണം എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡിനെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഈ ഭാഗം വാമായിരിക്കണം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് അവിടെ തേച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ അമർത്തിക്കൊണ്ടിരിക്കും. ഓക്കെ. സോ തണുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. നെക്കിൻ്റെ റിജിഡിറ്റി, ഐ പെയിൻ, എപ്പിലെപ്സി, ചുമ തുടങ്ങിയ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് നമ്മളുടെ ലങ്ങിൻ്റെ കനോപ്പ എന്ന് പറയുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറായിട്ട് എക്സ്റ്റേണൽ പാത്തജൻ ആദ്യം എഫക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഈ സ്ഥലം വളരെ നല്ലതാണ്. ക്ലിയേഴ്സ് ദ ഹീറ്റ്, റിലീസ് ദ എക്സ്റ്റീരിയർ, ഡിസ്പെൽസ് വിൻഡ്, റെഗുലേറ്റ്സ് വി ആൻഡ് ഈഞ്ചി. വീച്ചി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മലേറിയയ്ക്കും ഈ പോയിന്റ് നല്ലതാണ്. DU14 is one of the most important point to release the exterior and treat wind heat. It is also മെയിൻ പോയിന്റ് ടു ട്രീറ്റിംഗ് സമ്മർ ഹീറ്റ്. അതേമാതിരി തന്നെ കോൾഡിന് മാത്രമല്ല വേനൽക്കാലത്തുണ്ടാവുന്ന എക്സസ് ഹീറ്റിനെ ട്രീറ്റ് ചെയ്യാനും നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ വിൻഡ് വിത്ത് കോൾഡ്, വിൻഡ് വിത്ത് ഹീറ്റ് രണ്ടിനും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ പോയിന്റ്. ഓക്കെ. തണുപ്പ് കാലത്താകുമ്പോൾ വിൻഡ് വിത്ത് കോൾഡിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കും. വേനൽക്കാലത്താകുന്ന സമയത്ത് വിൻഡ് ഹീറ്റിനെ ട്രീറ്റ് ചെയ്യാൻ ഈ DU14 നമുക്ക് ഉപയോഗിക്കാം. സർവിക്കൽ 7 ആൻഡ് തൊറാസിക് 1ൻ്റെ മിഡ് പോയിന്റിൽ വരുന്ന സ്ഥലമാണ് ഇത്രയും നേരം പഠിച്ചത്. അടുത്ത DU15 എന്നുള്ള പോയിൻ്റാണ്. DU15 എന്നുള്ളത് ക്രോസിംഗ് പോയിന്റ് ഓഫ് DU ആൻഡ് യാങ് വി വെസൽസ്, വിൻഡോ ഓഫ് ദ സ്കൈ പോയിന്റ് എന്നും കൂടി ഇതിനറിയപ്പെടും. ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രയ്ക്കും സെക്കൻഡ് വെർട്ടിബ്രയ്ക്ക് ഇടയിലാണ്. ഓക്കെ. 0.5 ചൂൺ ഡയറക്ട്ലി എബോവ് ദ മിഡ് പോയിന്റ് ഓഫ് ദ പോസ്റ്റീരിയർ ഹെയർ ലൈൻ ബിലോ ദ സ്പൈനസ് പ്രോസസ് ഓഫ് ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്ര. അതായത് നമ്മുടെ സ്കാൽപ്പ് ഫിനിഷ് ചെയ്യുന്ന അവിടുന്ന് 0.5 ചൂൺ അപ്രോക്സിമേറ്റ്ലി, അതായത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന പോയിൻ്റാണ്. കാരണം ഫസ്റ്റ് സെർവിക്കൽ ബോൺ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് നമ്മുടെ നമ്മുടെ സ്കാൽപ്പ് റീജിയൻ്റെ ഉള്ളിലാണ് വരിക. അത് പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. അത് അത്ര നൈസിൽ വരുന്ന സ്ഥലമാണത്. ഓക്കെ. നമുക്ക് 0.5 ചൂൺ, അതായത് സ്കാൽപ്പ് ഫിനിഷ് ചെയ്യുന്നവിടെ DU16 അതിൻ്റെ അര ചൂൺ മാറിയിട്ട് വരുന്നത് DU15 ഓക്കെ. ഹെയർ ലൈനിൻ്റെ മുകളിലാണിത് വരുന്നത്. ഓക്കെ. നമ്മുടെ സ്കാൽപ്പ് റീജിയൻ ഫിനിഷ് ചെയ്യുന്നവിടെ ഒരു ഫിംഗർ വിഡ്ത്തിൽ വരുന്ന 2 പോയിന്റുകളാണ് DU16 DU15. എന്തിനൊക്കെ ഉപയോഗിക്കാം? ലാക്ക് ഓഫ്, നമുക്കറിയാലോ GB20 ഈ സ്കാൽപ്പ് റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് GB20 ഒക്കെ. എന്താണ്? ലാക്ക് ഓഫ് വൈറ്റാലിറ്റി കോസ്ഡ് ബൈ എമോഷണൽ ഡിസ്റ്റർബൻസ്. അതായത് പൊതുവെയുള്ള എന്താ പറയുക, നമ്മളെ വൈറ്റാലിറ്റി എന്ന് പറയുന്നത് ജീവൻ തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഊർജം, എനർജി. എമോഷണൽ ഇഷ്യൂസ് കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് കിട്ടും. അതേമാതിരി തന്നെ നീഡിൽ ചെയ്താലും റിസൾട്ട് കിട്ടും. ഡെഫ്നെസ് ആൻഡ് മ്യൂട്ട്, അതായത് ഡെഫ്നെസ് പറഞ്ഞാൽ കാത് കേൾക്കായ്മ, അതേമാതിരി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത് രണ്ടും എമോഷണൽ ഇംബാലൻസ് കൊണ്ട് ചിലപ്പോൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്താണ് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അതേമാതിരി തന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതേമാതിരി തന്നെ വാക്കുകൾ കിട്ടായ്മ, ഇതിനെല്ലാം തന്നെ ശബ്ദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് DU15 ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഒക്യുപിറ്റൽ ഹെഡേക്ക്, തലയുടെ ബാക്ക് സൈഡിലുള്ള വേദന, നെക്ക് റിജിഡിറ്റി, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, എല്ലാത്തിനും നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഡിസ്പെൽസ് വിൻഡ്, ട്രീറ്റ്സ് ലോസ് ഓഫ് വോയിസ്, ബെനിഫിറ്റ്സ് ദ ടങ്, നെക്ക് ആൻഡ് ഹെഡ്. അതായത് ഇവിടെ നീഡിൽ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം മെഡുല ഒബ്ലാങ്കട്ട പറയുന്ന ഒരു സാധനം അതിൻ്റെ നേരെ ബാക്കിലാണുള്ളത്. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ മരണപ്പെട്ടു എന്ന് വരാം, അല്ലെങ്കിൽ കോമ സ്റ്റേജിലേക്കോ വരാം. അതുകൊണ്ട് ഡീപ്പ് നീഡ്ലിംഗ് ഇവിടെ ചെയ്യാൻ പാടില്ല. സാർ ഇത് മർമ്മസ്ഥാനല്ലേ? ആണ്, പക്ഷെ അവിടെ പോയിന്റ് ഉണ്ട്, അത് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ സുജോക്ക് നീഡിലോ അല്ലെങ്കിൽ മറ്റേ മുടിയൊന്നും ഇല്ലെങ്കിൽ അവിടെ പ്രസ് നീഡിലോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവരോട് മസാജ് ചെയ്യാൻ പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. പ്രസ് നീഡിലാണ് നല്ലത് അല്ലേ? പ്രസ് നീഡിൽ, സുജോക്ക് നീഡിലാണ് നല്ലത്. മുടി നിറയെ പേർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രസ് നീഡിൽ ഇടാൻ പറ്റില്ല. സുജോക്ക് നീഡിൽ അല്ലാതെ മറ്റേ ഹാഫ് ചൂൺ അല്ലാലോ? ഹാഫ് ചൂൺ ഇടുകയാണെങ്കിൽ ഉള്ളിലേക്ക് കയറ്റരുത്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ചൂൺ ഇടണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും സ്കിന്നിനെ നമ്മൾ സ്ക്യൂസ് ചെയ്ത് പിടിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ വിരൽ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? സ്ക്യൂസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് ആ മസിൽസ് മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ 15 ഡിഗ്രി സ്ലാൻഡിങ് ആയിട്ട് ഇടാം നിങ്ങൾക്ക്. ഫുള്ളായിട്ട് ഹാഫ് ചൂൺ അല്ല, 1 ചൂൺ വരെ ഇടാം. ഓക്കെ, പക്ഷെ നന്നായി സ്ക്യൂസ് ചെയ്ത് പിടിച്ചിട്ട് 15 ഡിഗ്രി ചേർന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ TW6 പറഞ്ഞില്ലേ ഒരിക്കൽ, ഓർമ്മയുണ്ടോ? ഇങ്ങനെ പൊട്ടിക്കാന്ന്, അതേമാതിരി ചെയ്യാമല്ലോ ഇത്. ഓക്കെ, എല്ലാത്തിനും ഉപയോഗിക്കുന്ന പോയിന്റ് ആണ്. ഡീപ്പ് നീഡ്ലിംഗ് ഒരു കാരണവശാലും ചെയ്യരുത്. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. ഓക്കെ, DU16, 15 തൊട്ടടുത്താണ്. മറ്റേതുപോലെ ഒരു ചൂണിൻ്റെ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല, അരച്ചൂണിലും കുറവേ ഉണ്ടാവുള്ളൂ. ഇവിടെ 0.5 എന്ന് പറഞ്ഞാലും കുറച്ചേ ഉണ്ടാവുള്ളൂ. ഓക്കെ, DU17 എന്നുള്ളതാണ്. ഓക്കെ, DU17 വന്നിട്ട് നമ്മുടെ സ്കാൽപ്പ് ഫിനിഷ് ചെയ്യുന്നവിടെ നിന്നും മുകളിലേക്ക് 1.5 ചൂൺ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന പോയിൻ്റാണ് GV17 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, എന്തിനൊക്കെയാണ്? തലയിലുള്ള പോയിന്റാണ്. അപ്പോൾ തലയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും ഉപയോഗിക്കാം. ഹെഡ് ഏക്കിനും 17. ഓക്കെ, ഡിസീനസിന്, നെക്ക് റിജിഡിറ്റി, എപ്പിലെപ്സിക്ക്, അതേമാതിരി ഇതിനകത്ത് എഴുതിയിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് വന്നിട്ട് ഒക്യുപിറ്റൽ ഹെഡ് ഏക്കിന് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റും കൂടിയാണ്. നെക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഷോൾഡർ അവിടെ ഇൻക്ലൂഡഡ് ആണ്. ഡിസ്പെൽസ് വിൻഡ്, കാംസ് ദ ഷൻ ആൻഡ് ക്ലിയേഴ്സ് ദ ഹെഡ്. ഇതും ഡ്യൂ വെസൽസും യൂറിനറി ബ്ലാഡറും കൂടി ക്രോസ് ചെയ്യുന്ന പോയിന്റാണ്. ഓക്കെ, സ്കാൽപ്പ് ഫിനിഷ് ചെയ്യവിടെ നിന്ന് അപ്രോക്സിമേറ്റ്ലി 1.5 ചൂൺ മുകളിൽ. ഓക്കെ, നിങ്ങൾ ആ സ്കാൽപ്പ് ഫിനിഷ് ചെയ്യവിടെ നിന്ന് 1.5 ചൂൺ മുകളിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പൊന്തി നിൽക്കുന്ന ബോൺ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ചെറിയൊരു കുഴിയും കാണും. നിങ്ങളുടെ തലയുടെ ബാക്കിൽ തൊട്ട് നോക്കൂ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കാൽപ്പ് ഫിനിഷ് ചെയ്യുന്ന സ്ഥലം എടുക്കുക, നമ്മുടെ തലയോട് ഫിനിഷ് ചെയ്യുന്ന സ്ഥലം. ഒരു ചൂൺ അപ്രോക്സിമേറ്റ് പോകുമ്പോൾ ഒരു പൊന്തി നിൽക്കുന്ന സ്ഥലം കാണും. അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഒരു പൊടിക്ക് കൈ പൊന്തിച്ചാൽ അവിടെ കറക്റ്റായിട്ട് ഒരു ചെറിയൊരു കുഴിയും കാണും. കിട്ടിയോ? കിട്ടി. ജമീല മാമി മാത്രമേ ചെക്ക് ചെയ്തിട്ട് നോക്കുന്നു, ബാക്കിയുള്ള ആരുടെയും സൗണ്ട് കേൾക്കുന്നില്ല. കിട്ടി. ഓക്കെ, വെരി ഗുഡ്. ആൾക്കാരൊക്കെ ഉണ്ടെന്നെങ്കിൽ എനിക്ക് അറിയണ്ടേ. അപ്പോൾ അടുത്തത് DU18 എന്നാണ്. ഓക്കെ, DU18 ഇപ്പോൾ കണ്ട പോയിന്റിൽ നിന്നും 1.5 ചൂൺ കൂടെ മുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഫിനിഷ് ചെയ്ത ഭാഗത്ത് നിന്ന് അപ്രോക്സിമേറ്റ്ലി 3 ചൂൺ മുകളിൽ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ്. ഓക്കെ, ഇത് ഹെഡ് ഏക്കിന്, വെർട്ടിഗോയ്ക്ക്, ഈ ആൾമോസ്റ്റ് ഈ ഭാഗത്ത് വരുന്ന എല്ലാ പോയിന്റും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ അവിടെ പെയിൻ തോന്നുന്ന ഭാഗത്ത് കൂടുതൽ ഉപയോഗിക്കാം. മാനസികമായ ഇഷ്യൂസിന്, എപ്പിലെപ്സിക്ക്, സംസാര വൈകല്യത്തിന്, അതേമാതിരി തന്നെ പക്ഷാഘാതം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഇത് ലിവറിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. വിൻഡിനെ ഡിസ്പെൽ ചെയ്യുന്നു, ഷെന്നിനെ കാം ചെയ്യുന്നു, അലിവേസ് ദ പെയിൻ. ഒട്ടുമിക്ക ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലോ ഒരു ടെൻഷൻ ആയാലോ ആലോചിക്കുമ്പോഴൊക്കെ ഈ ഭാഗത്തിനെ കൈകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? മസാജ് ചെയ്യുന്നുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹലോ, ഇഡിയു മെറീഡിയൻ്റെ ഭാഗത്ത്
റെഗുലറായിട്ട് വിരലിനെ കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എനർജി ചെയ്യുന്നതാണ്. ലാക്ക് ഓഫ് എനർജി ഉള്ളവർ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഗവേണിംഗ് വെസലിൽ എനർജി കുറവുണ്ടെങ്കിൽ സപ്പോർട്ട് വേണം എന്നുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് DU19 എന്നുള്ള പോയിൻ്റാണ്. ഓൺ ദ ഹെഡ് 5.5 ചൂൺ ഡയറക്ട്ലി അബവ് ദ മിഡ് പോയിന്റ് ഓഫ് ദ പോസ്റ്റീരിയർ ഹെയർ ലൈൻ, 3 ചൂൺ അബവ് DU17. നമ്മളിപ്പോൾ DU17 കണ്ടല്ലോ, അതിന് നേരെ 3 ചൂൺ എടുത്താൽ മതി. എളുപ്പം നമുക്കതല്ലേ. ഓക്കെ, 19 കിട്ടി. അല്ലെങ്കിൽ DU20 1.5 ചൂൺ ബാക്കിലേക്ക്. നേരത്തെ പറഞ്ഞ അതേ ഇഷ്യൂസ് തന്നെയാണ്. അതുകൊണ്ട് ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല. തലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, ഹെഡേക്ക്, വെർട്ടിഗോ, മാനസികം, എപ്പിലെപ്സി, സംസാര വൈകല്യം, ഇതെല്ലാം, പക്ഷാഘാതം, ഇതെല്ലാം തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? സ്കാൽപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് ഈ DU20, 90, അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്ന 21 എല്ലാം അങ്ങനെ തന്നെയാണ്. ആൾമോസ്റ്റ് കോമൺ ആയിട്ടുള്ള സിംറ്റം തന്നെയാണ്. ഇവിടെയും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീഡിലും ശ്രദ്ധിക്കണോ? ഇതൊക്കെ നിങ്ങൾക്ക് നേരെ ഡീപ്പായിട്ട് നീഡിലിട്ട് കഴിഞ്ഞാൽ അവർ അയ്യോ അമ്മയെ പറഞ്ഞ് നിലവിളിക്കുക. എന്താ വെച്ചാൽ നിങ്ങളുടെ നീഡിൽ ഇറങ്ങിയിട്ട് സ്കാൽപ്പിൽ 5 ലെയറാണ് സ്കിൻ എന്ന് പറയുന്നത്. അതിൽ 3ാമത്തെ സ്കിന്നിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ തുടങ്ങും. അതിൻ്റെ നേരെ നീണ്ടു പോയാൽ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഇടുന്നതിന് തന്നെ ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണിന് തട്ടും, അപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടാവും. ഓക്കെ, 3 ലെയർ വരെ ഇത് കയറും വളരെ കുഞ്ഞായിട്ട്. അല്ലെങ്കിൽ ഇത് ചരിച്ചിടാം, നിങ്ങൾക്ക് ഇതേമാതിരി സ്ക്യൂസ് ചെയ്ത് ചരിച്ചിടാം, ഒരു കുഴപ്പമില്ല. DU20 നിങ്ങൾ യൂസ് ചെയ്യാറില്ല? അല്ല, ഇവിടെ പഠിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യാറില്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എല്ലാ പോലെയല്ല, ഈ 90 എന്ന് പറയുന്നത് കുറച്ച് കൊട്ട് പോലത്തെ എല്ല് പോലത്തെ ഒരു സ്ഥലം. അത് 1.5 ചൂൺ ബാക്കിൽ അത്ര തന്നെ. DU20 1.5 ചൂൺ തരും അത്ര. അവിടെ ഒരു കുഴിയും കൂടി കിട്ടും നിങ്ങൾക്ക്. ശരിക്കും DU20 കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ DU19 കുഴി നിങ്ങൾക്ക് ശരിക്കും കിട്ടും. കാണാം. ഓക്കെ, ഇപ്പൊ സമയം 9:40 ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നിർത്തണോ അതോ കംപ്ലീറ്റ് ചെയ്യണോ? 4-5 പോയിന്റ് അല്ലേ ഉള്ളൂ, കുഴപ്പമുണ്ടോ? 28 പോയിന്റ് ആണ്. 8 പോയിന്റ് ആണെങ്കിൽ അടുത്തടുത്ത് തന്നെ വേഗം പറഞ്ഞു പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് വേഗം കഴിക്കാമല്ലോ. എത്ര ആരും നിങ്ങൾ ഇങ്ങനെ വെച്ച് നീട്ടണതാണ്. അപ്പോൾ DU20 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റാണ്. സഹസ്രാര ചക്രം എന്ന് പറയുന്ന പോയിന്റാണ്. ഏത് പോയിന്റിൻ്റെ ഒപ്പം ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ഐദർ അൺലെസ് അവിടെ വന്നിട്ട് വല്ല സർജറി ചെയ്തിട്ട് ബോൺ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പാടില്ലാത്തത്. അത് സ്കാൽപ്പിൽ എല്ലാവരുടെയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, എന്തെങ്കിലും ചിലപ്പോൾ പാരാലിസിസ് ഒക്കെ ചെയ്ത് ചില ആൾക്കാർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറി ചെയ്യുമ്പോൾ സ്കാൽപ്പ് അവിടെ നിന്ന് റിമൂവ് ചെയ്യും, ബോൺ റിമൂവ് ചെയ്യും, സ്കാൽപ്പല്ല ബോൺ റിമൂവ് ചെയ്യും. അങ്ങനെയുള്ള കേസസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും നിങ്ങൾക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോയിൻ്റാണ്. അതുകൊണ്ട് ഇന്നതിനെന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ, ഇവിടെ സ്ഥിരം വരുന്ന ക്ലയൻസൊക്കെ പറയാറുണ്ട്, സാർ ഒന്ന് ഈ അവർക്ക് DU20 എന്നറിയില്ല, ഈ പോയിൻ്റ് ഒന്ന് തലയിൽ തൊട്ടിട്ട് ഈ പോയിൻ്റ് ഇട്ട് തരുമോ എന്ന് ചോദിക്കും. എന്ത് പറ്റു കഴിഞ്ഞാൽ ഇത് ഇടുന്ന സമയത്ത് അവർക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. ആ നല്ല ഉറക്കം കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കാംനെസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സാറേ, ഈ ഉറക്കില്ലാത്ത ആൾക്കാർ ദിവസം ഡെയിലി ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഇത് ദിവസം ചെയ്യുന്നതിനോട് എനിക്ക് അഡ്വൈസബിൾ ഇല്ല. എന്നാൽ മാക്സിമം എത്ര ഡേയ്സ്? അവരുടെ റൂട്ട് കാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനും കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ദിവസം ഇത് ചെയ്യാം. 10 ദിവസം മീൻസ് ഡെയിലി ആണോ അല്ലെങ്കിൽ വിട്ടോ? ഞാൻ ഒപ്പിച്ചിട്ട് മാക്സിമം 3 to 5 days വരാൻ പറയാറുള്ളൂ. ഓക്കെ. അതും അടുത്തുനിന്നുള്ള ആൾക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ 3 ദിവസത്തിലൊരിക്കയോ 2 ദിവസത്തിലൊരിക്കയാണ് പറയാം. എന്നിട്ട് പിന്നെ വീക്ക്ലി വൺസ് പെട്ടെന്ന് മാറ്റും. ഓക്കെ, നിങ്ങൾ DU1 ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം അവിടുത്തെ ഇഷ്യൂസിന് നിങ്ങൾക്ക് ഈ പോയിന്റും കൂടെ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ ആൾറെഡി കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് DU21 എന്നുള്ള പോയിന്റാണ്. ഓക്കെ, അതായത് 1.5 ചൂൺ ആൻറ്റീരിയർ ടു DU20. DU20ന് 1.5 ചൂൺ മുകളിലാണ്. അത് ഇതേമാതിരി തന്നെ തലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ഉപയോഗിക്കാം. DU20 പോലെ തന്നെ DU20ൻ്റെ അത്ര ഇല്ലെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു പോയിൻ്റാണ് GB21. ഓക്കെ, ഏതുണ്ടല്ലേ VG എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കല്ല, അവർ പറഞ്ഞു കൊടുത്തത് എഴുതുമ്പോൾ VG എന്നായി, 21 എന്നാണ്.
ആക്ച്വലി അത് ജീവി എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേമാതിരി തന്നെ DU20 നിന്ന് 3 ചൂൺ മുകളിലാണ്. ഓക്കെ, അക്യുപഞ്ചർ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഇൻഫൻസ് വിത്ത് ഇൻകംപ്ലീറ്റ് ക്ലോഷർ ഓഫ് ദ ഫണ്ടൈൽ. ഇത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് തലയോട് ഉറക്കാത്ത കുട്ടികൾക്കാകുമ്പോൾ അവിടെ ഇപ്പോഴും സോഫ്റ്റ്നെസ് ഉണ്ടാവും, തല മിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുട്ടികൾക്ക് മാത്രം ഇവിടെ ട്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കോൺട്രാ ഇൻഡിക്കേഷൻ ആവും. അതുകൊണ്ട് തല ഉറപ്പില്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ ചെയ്യരുത്. മനസ്സിലായി? ഏറ്റവും അവസാനം ആ തലയോട് കൂടി ചേരുന്ന ഭാഗമാണ് ഇവിടെ ഈ 22, 21 ഭാഗങ്ങൾ കേട്ടോ. DU20 3 ചൂൺ മുകളിൽ. അടുത്തത് DU23 എന്നുള്ള പോയിൻ്റാണ് 1 ചൂൺ അബോവ് ദ ആൻറ്റീരിയർ മറ്റേ ഫ്രണ്ടൽ ഹെയർ ലൈനിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 1 ചൂൺ മുകളിൽ, അല്ലെങ്കിൽ DU20 4 ചൂൺ മുന്നോട്ട്. ഹെൻഡൈ തന്നെയാണ്. തലവേദനയ്ക്ക് നല്ലതാണ്, ഐ പെയിന് നല്ലതാണ്, മൂക്കിലൂടെ രക്തം വരുന്നതിന് നല്ലതാണ്, മാനസികമായ ഇഷ്യൂസും എല്ലാത്തിനും ഈ പോയിന്റ് നല്ലതാണ് DU23 എന്ന് പറയുന്നത്. പിന്നെ ഈ DU23 ഒരുപാട് മോക്സ കാണിക്കുന്നത് റെക്കമെൻഡഡ് അല്ല കേട്ടോ. കാരണം അത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനെ കൂടുതൽ. DU24 എന്നുള്ളത് 0.5 ചൂൺ ആയിട്ടില്ല. ഈ 23, 24 ഒക്കെ അടുത്തടുത്തുള്ള പോയിന്റ് ആയതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാമെന്ന് മാത്രം. 5 ചൂൺ ഹെയർ ലൈനിന് മുകളിലുള്ള പോയിന്റാണ്. ഡ്യൂ മെറീഡിയനും യൂറിനറി ബ്ലാഡറും കൂടി, അതേമാതിരി തന്നെ സ്റ്റൊമക് മെറീഡിയൻ്റെ ഇൻറ്റേർണൽ പാത്തും കൂടെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇൻസൊമേനിയ, പാൽപിറ്റേഷൻ, എപ്പിലെപ്സി, ഹെഡ് ഏക്ക്, വെർട്ടിഗ്രോ എല്ലാത്തിനും ഈ പോയിന്റ് നല്ലതാണ്. ആൾമോസ്റ്റ് തലയിലുള്ളതൊക്കെ ആൾമോസ്റ്റ് കോമൺ ആയിട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഓടിച്ചോടിച്ച് പോയി പോണത്. ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹെയർ ലൈനിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 0.5 ചൂൺ മുകളിലാണ്. ഇവിടെയും മോക്സയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കൊടുക്കുക, കഴിയുന്നത് കൊടുക്കാതിരിക്കുക. ഓക്കെ, അടുത്തത് 25 എന്നുള്ള DU25 എന്നുള്ള പോയിൻ്റാണ്. ഓൺ ദ റീജിയൻ ഓഫ് ദ ഫേസ്, ഓൺ ദ ടിപ്പ് ഓഫ് ദ നോസ്. ഓക്കെ, അതായത് മൂക്കിൻ്റെ ഏറ്റവും അറ്റത്താണ്. ഈ ഒരു പോയിന്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു റീസെറ്റിംഗ് പോയിൻ്റാണ്. അതായത് ഈ ഭാഗത്ത് നല്ലൊരു ഇടിയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം വെള്ളമൊക്കെ അടിച്ചിട്ട് വന്നവർക്ക് ഭയങ്കരമായിട്ട് അബോധാവസ്ഥ പോലെ സ്വബോധത്തിൽ, അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു ഇടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കോൺഷ്യസ് റീസ്റ്റോർ ചെയ്യുന്ന പറയാം. ഓക്കെ, പക്ഷെ മൂക്കിടുക ഇതായി പോവില്ല, പാലം പോയി നല്ലോണം ഇടി കൊടുത്താല് കോൺഷ്യസ്. പക്ഷെ ആ സ്ഥലത്തിനുള്ളൊരു പ്രത്യേകതയാണ് പറഞ്ഞത്. അത് ലോസ് ഓഫ് കോൺഷ്യസിനെ റീസ്റ്റോർ ചെയ്യാൻ, കോമേനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പോയിന്റാണ്. എങ്ങനെയാണോ ജിങ്വെല്ല്, അതേമാതിരിയാണ് മദ്യമുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇവിടെ ഇടി കൊണ്ട് കഴിഞ്ഞാൽ ആ കുടിച്ച ഡോസേജ് ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയുമെന്ന് പറയും. ഓക്കെ, ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല, എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നാണ്. ഓക്കെ, അതേമാതിരി തന്നെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ശ്വാസമുട്ടലുണ്ടാവും, അതിനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. നാസൽ കഞ്ചഷൻ മാറാൻ നല്ലതാണ്. മൂക്കിലൂടെ ബ്ലഡ് വരുന്നതിനും മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും മാറാനും ഈ പോയിന്റ് നല്ലതാണ്. കണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ബ്ലർ വിഷൻ, ഇവിടെ ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണൊന്ന് കലങ്ങും. ഓക്കെ, അത് കഴിയുമ്പോൾ ക്ലാരിറ്റിയും ഉണ്ടാവും. ഓക്കെ, ഹീൽ പെയിൻ മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. മെയിനായിട്ട് മൂക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പോയിന്റാണ് ഇത് DU25 എന്നുള്ളത്. ഓക്കെ, അധികം ഇത് ട്രീറ്റ്മെൻറ്റിന് അങ്ങനെ എവിടെയും ഉപയോഗിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഈ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പോയിന്റ് നീഡിൽ ചെയ്തിട്ട് അധികം കണ്ടിട്ടില്ല. കാരണം ഇത്തിരി കോംപ്ലിക്കേഷനുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ഇത് കൂടുതൽ ഉപയോഗിച്ച് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, DU26 എന്നുള്ളത് ഓക്കെ ഓൺ ദ ഫേസ്, അതായത് നമ്മുടെ LA19 20 പോകുന്ന സമയത്ത് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. മൂക്കിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് വരും, ചുണ്ടിൻ്റെയും മൂക്കിൻ്റെയും ഇടയിൽ. ഓക്കെ, LA19 20 പോകുന്ന സമയത്ത് നാസൽ ഗ്രൂ ഉണ്ടാവും മൂക്കിന്, അതിൻ്റെ മധ്യഭാഗത്ത് വരുന്ന പോയിൻ്റാണ്. സ്റ്റൊമക്കും ലാർജ് ഇൻറ്റെസ്റ്റൈനും അതേമാതിരി ഡ്യൂ വെസലും കൂടി ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ്. ഹീറ്റ് സ്ട്രോക്കിന് നല്ലതാണ്, കോമയ്ക്ക് നല്ലതാണ്, മെൻ്റൽ ഡിസോർഡേഴ്സിന് നല്ലതാണ്. അതേമാതിരി തന്നെ സംസാര വൈകല്യത്തിന് ഈ പോയിന്റ് നല്ലതാണ്. മാനസികമായിട്ട് ഇഷ്യൂസിന് നല്ലതാണ്. ലുംബാർ റീജിയനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. ഓക്കെ, നോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസുള്ള പോയിൻ്റാണ്. DU20 യൂസ്ഡ് ഫോർ എമർജൻസി ട്രീറ്റ്മെൻറ്റ്. അതേമാതിരി തന്നെ ഈ DU26 നമ്മുടെ പുരുകമുണ്ടല്ലോ,
കൺപുരുകത്തിൻ്റെ മധ്യഭാഗത്ത് വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. എക്സ്ട്രാ പോയിന്റ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. ഈ 2 പോയിന്റും കൂടെ കഴിയുന്നതും സാറേ ക്ലയൻറ്റ് തേർഡ് ഐ അല്ലേ പറയുന്നേ? തേർഡ് ഐ. ഓക്കെ ഇൻടാങ് എന്ന് പറയും അക്യുപഞ്ചറിൽ. ആ പോയിന്റും വന്നിട്ട് റീസെറ്റിംഗ് പോയിന്റ് എന്നാണ് പറയുക. അതായത് മറ്റേ ഇത് നമ്മൾ കുറേ പേരിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും 1-2 പേര് ഈ പോയിന്റ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുമ്പോഴേ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അവർ വണ്ടി പോകുന്ന സമയത്ത് ഇടയിൽ പോകുന്ന സമയത്ത് 2 മിനിറ്റ് നേരത്തേക്ക് ഒരു ചെറിയൊരു വണ്ടി നിർത്തി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് വണ്ടി ഓട്ടാൻ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അങ്ങനെ ഒരു റീസെറ്റിംഗ് പോയിന്റാണ് ഈ DU-20യും 6ഉം ഈ ഇൻടാങ് എന്നുള്ള പോയിന്റും കൂടെ ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇൻടാങ് പോയിന്റ് ചില സമയം ചെയ്ത ബ്ലഡ് വരുന്നുണ്ടല്ലോ. അതിനെന്താ കുഴപ്പമില്ലല്ലോ. അപ്പോൾ DU-27 എന്നുള്ള പോയിന്റാണ്. DU-27 വന്നിട്ട് ചുണ്ടിൻ്റെ തൊട്ട് മുകളിലുള്ള പോയിന്റാണ്. ഇതും സാധാരണ ആരും നീഡിൽ ചെയ്യാറില്ല, കുറച്ച് കോംപ്ലിക്കേഷനുള്ള സ്ഥലമാണ്. ഓക്കെ, അതേമാതിരി എക്സ്ട്രാ പോയിന്റ്സ് നാക്കുകളിലുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ തന്നെ നീഡിൽ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കഴിയുന്നതും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് ഇതിന് പകരം DU-26 ഉപയോഗിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് മോണ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനും കോടൽ വായിലൂടെ സലൈവ വരുന്നതിനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. DU-27. അടുത്തത് DU-28 ലാസ്റ്റ് പോയിൻ്റാണ്. ഇതും അങ്ങനെ അധികം ആരും ട്രീറ്റ് ചെയ്യാറ് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പല്ലുകളുടെ ഇടയിലാണ് കാണുന്നത് കളർ ചിത്രത്തിൽ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നേരെ മുകളിലാണ്. ശരിക്കും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലുള്ള സ്ഥലമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ചുണ്ടും ഗമ്മും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് എടുക്കേണ്ടത് DU-28 എന്നുള്ള പോയിന്റിന്. ലുംബാർ ഇഷ്യൂസിനും ഹെമറോയിഡ്സിനും അതിൻ്റെ വേദനകൾക്ക് നല്ലതാണ്. ഗംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് നല്ലതാണ്. മാനസികമായ ഇഷ്യൂസിന് ഇത് മാനസികമായുള്ളവർക്കൊന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അധികം ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമല്ല, പെയിൻഫുൾ റീജിയനാണ്. ഓക്കെ, അതേമാതിരി നീഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്ട്രാ ഒരു കോല് പോലെ നിൽക്കും. അത് ഇടുന്ന ആൾക്കാരുടെ മനോധർമ്മം അനുസരിച്ച് ചിലപ്പോൾ അവരതിനെ വായിലേക്കൊക്കെ ആക്കിയെന്നിരിക്കും. അതുകൊണ്ട് ഇതൊരു പോയിൻ്റ് ഉണ്ട്. ചില ആളുകൾ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ പോയിൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ DU-26 കിട്ടാൻ തന്നെ ആൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഗുണം കിട്ടും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. DU-1ന്റെ പിക്ക് ഒന്ന് കാണിച്ചു തരുമോ? DU-1ന്റെ ഒരു മിനിറ്റ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ചിത്രം? ഇത് കട്ടാകുന്നുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഹലോ, ഇല്ല, കാണുന്നില്ല. ഒരു K എഴുതിയത് മാത്രമേ കാണുന്നില്ല. അതെ, ഒരു മിനിറ്റ്. എൻ്റെ ഒരു സിസ്റ്റം ഡിസ്കണക്റ്റ് ആയി പോയിരിക്കണം. ഒരു മിനിറ്റ്. ഗൂഗിൾ മീറ്റ്.